ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിറ്റ് 7 മൈ ലൈഫ് എ നെയിം ട്രിംഡ് വിത്ത് കളേർഡ് റിബൺസ്. അപ്പോൾ ഇത് ഒരു പോയമാണ്. ലിൻ ഹീജ്നർ എന്ന് പറയുന്ന അമേരിക്കൻ പോയറ്റ് ചെയ്തിട്ടുള്ള ഒരു പോയമാണ്. അപ്പോൾ ഇത് ഒരു ഓർഡിനറി ടെക്സ്റ്റ് അല്ല ശരിക്കും. ഓക്കെ, ഓർഡിനറി ആയിട്ടുള്ള, അതായത് ഇതിൽ രണ്ട് കോൺസെപ്റ്റുകൾ പറയുന്നുണ്ട്: ന്യൂ സെന്റൻസ്, ഓപ്പൺ ടെക്സ്റ്റ്. വളരെ സിമ്പിളാണ്. നമുക്ക് ഉണ്ടാവുന്ന മെമ്മറീസ്, ചൈൽഡ്ഹുഡ് മെമ്മറീസ് എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ വേറെയുള്ള ഏജുകളിലെ മെമ്മറീസ് എന്ന് പറഞ്ഞത്, അതൊരിക്കലും ലീനിയർ ആവില്ല. അതായത് പിന്നെ നമുക്ക് വരുന്ന മെമ്മറീസ് എന്ന് പറഞ്ഞത് കറക്റ്റ് സീക്വൻസിലാവില്ല, കറക്റ്റ് ഓർഡറിലാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പല പല ഇമേജസ് ആണ് നമുക്ക് കിട്ടുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ 10ാം വയസ്സിലെ കാര്യങ്ങൾ പറയാം, അല്ലെങ്കിൽ 20ാം വയസ്സിൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വർഷം മുന്നേ, അല്ലെങ്കിൽ ഒരു മാസം മുന്നേ പറഞ്ഞ കാര്യങ്ങൾ പറയാൻ നമുക്ക് സീക്വൻസിൽ നമുക്ക് പറയാൻ കഴിയില്ല, ഓർഡറിൽ പറയാൻ കഴിയില്ല. പക്ഷെ കുറെ ഇമേജസ് നമുക്ക് ഉണ്ടാവും, കുറെ ഒബ്ജക്റ്റുകൾ ഉണ്ടാവും. എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഫംഗ്ഷന് പോയതോ, അല്ലെങ്കിൽ അവിടെ അടുത്തുള്ള പോണ്ട്, അല്ലെങ്കിൽ അവിടെ അടുത്തുള്ള ട്രീ, അതല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ വാളുകളിൽ കയറിയത്, അങ്ങനെ പല പല ഇമേജസ് ആവും. സീക്വൻസിൽ നമുക്ക് പറയാൻ കഴിയൂല. മനുഷ്യന് അത് ഒരു ഇമ്പോസിബിൾ ടാസ്ക് ആണ് സീക്വൻസിൽ പറയാന്ന് പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഈ ഒരു ടെക്സ്റ്റ്. ഇതിൽ അദ്ദേഹം പറയുന്നത്, ഇതിലെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ആണ് അദ്ദേഹത്തിന്റെ. അപ്പോൾ റൈറ്റേഴ്സ് ഒക്കെ സാധാരണ ചെയ്യുക എന്താണ്, അത് സീക്വൻഷ്യൽ ആയിട്ട് ഇങ്ങനെ ഒരു സ്റ്റോറി പോലെ ഇങ്ങനെ പറയാം. പക്ഷെ അത് ശരിക്കും ഡോക്യുമെന്റേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എഴുത്തിന്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇദ്ദേഹം അത് ഇതിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ പല പല ഇമേജസ്. ഇപ്പൊ അദ്ദേഹം പേപ്പർ ബോട്ടിന്റെ ഇമേജ് ഉണ്ട് ചൈൽഡ്ഹുഡ് മെമ്മറി ആയിട്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പേരൻസോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ഇവരെന്ത് ചെയ്യുന്നു, ഇവർ ഈ കോണ് കൃഷി ചെയ്യുന്ന ആ ഒരു ഇമേജ് കൊടുക്കുന്നുണ്ട്. അതായത് കോൺ കൃഷി ചെയ്യുന്ന ആ ഒരു ഇമേജ്. അതുപോലെ തന്നെ ഈ പയർ ബീസ് എന്ത് ചെയ്യാം, അത് അതിന്റെ തൊലി ഉരിഞ്ഞുകൊണ്ട് അത് എടുക്കുന്ന ആ ഒരു ഇമേജ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഫ്ലവറിന്റെ ഇമേജ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഫ്രാഗ്മെന്റഡ് ആയിട്ട്, പീസ് ബൈ പീസ്, ഫ്രാഗ്മെന്റഡ് എന്നാണ് പറയുന്നത്. ഫ്രാഗ്മെന്റഡ് ഇമേജസ് ആണ് നമുക്ക് ഉണ്ടാവുക. ഫുള്ളായിട്ടുള്ള ഒരു ഇമേജസ് അല്ല, അതിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള രൂപം ഉണ്ടാവില്ല. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പൺ ടെക്സ്റ്റ് ആണത്. ഓപ്പൺ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ടെക്സ്റ്റ് എക്സാം ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതായത് ഓപ്പൺ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലേക്ക് ചേർക്കുക എന്നുള്ളത്. ഓപ്പൺ ടെക്സ്റ്റ് എക്സാമിൽ ഒന്നല്ല, ഇവിടെ ഓപ്പൺ ടെക്സ്റ്റ് മീൻസ് ഉദ്ദേശിച്ചത് ഈ ഒരു ടെക്സ്റ്റ് ഓപ്പൺ ആണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ എന്ന് പറഞ്ഞത് ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള ഇമേജസ് എന്ന് പറഞ്ഞാൽ സ്റ്റോറി രൂപത്തിലല്ല. അത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊരു വായനക്കാരന് എന്താണോ തോന്നുന്നത്, ഫീൽ ചെയ്യുന്നത്, ഇപ്പൊ നമ്മളാണ് വായനക്കാരനെ, നമ്മൾ അതിനെ ഒപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, അതിനെ നമ്മൾ വേണമെങ്കിൽ നമുക്ക് ഓർഡർ ആക്കാം. നമുക്ക് എന്താണോ തോന്നുന്നത് അതാണ് ശരിക്കും ഇതിലെ ഒരു സ്റ്റോറി ആയിട്ട് വരിക. ഓക്കെ, നല്ല സുഖമാണ്. ഓക്കെ, അതാണ് ന്യൂ സെന്റൻസ് എന്ന് പറഞ്ഞാൽ. അതായത് പുതിയ പുതിയ സെന്റൻസുകൾ നമ്മൾ തന്നെ ഉണ്ടാക്കുക, ഇമേജസ് കണ്ടിട്ട് ആ ഒരു ബ്രിഡ്ജ് ആൻഡ് കണക്ഷൻ ഒക്കെ ഉണ്ടാക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ അത് നമ്മുടെ ഒരു ടാസ്ക് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ കുറെ ഇമേജസ് ഉണ്ട്. ഇമേജസ് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. ഞാൻ പറഞ്ഞുതരാം. ഈ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഒരുപാട് വുഡുകൾ, അതുപോലെ തന്നെ റിമൂവിങ് ഔട്ടർ ലീവ്സ് ഫ്രം കോൺ, അങ്ങനത്തെ ഇമേജസ്, കുട്ടികൾ കളിക്കുന്നത്, ചിൽഡ്രൻസ് ഗെയിം, അതേപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന ചില പ്രറ്റി സ്റ്റോൺസ്, ബോർഡ്സ്, ചില വജ്രക്കല്ലുകൾ, അതുപോലെ തന്നെ ഫ്ലവറുകൾ, ബ്രാക്കിഷ് വാട്ടർ. ബ്രാക്കിഷ് വാട്ടർ എന്ന് പറഞ്ഞാൽ അതാണ് കുറച്ച് സാൾട്ടി ആയിട്ടുള്ള വാട്ടർ. നേരത്തെ നമ്മൾ പറഞ്ഞു പേപ്പർ ബോട്ട് കൊണ്ട് ആ ഒരു ഇമേജ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഇമേജസ് ഒക്കെ അദ്ദേഹം എന്ത് ചെയ്യാണ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് ജലാറ്റിൻ. ഈ ഡോൾ ഡിഷില്, ഒരു ഡിഷ്, ഡോൾ ഡിഷില് ജലാറ്റിൻ, അതായത് ഒരു ഡെസേർട്ട് ആണ് ശരിക്ക്. ആ ഒരു ഡെസേർട്ട് ഡോൾ ഡിഷിൽ ഇട്ട് വെച്ചത്. ഓക്കെ, അപ്പൊ അങ്ങനെ കുട്ടികളുടെ പല പല ആ ഒരു ചൈൽഡ്ഹുഡിലുള്ള പല പല ഇമേജസ് അദ്ദേഹം അവിടെ കൊടുത്തിട്ടുണ്ട്. ഓറഞ്ച് ആൻഡ് ഗ്രേ ബഗ്സ്, ചില പ്രാണികള്, പാറ്റകള്. ഓക്കെ, അങ്ങനെ ഇമേജസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, സ്റ്റോറി ആയിട്ടല്ല. ഓക്കെ, കുറെ ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള കുറെ തിങ്സ് അവിടെ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മളോട് പൂരിപ്പിക്കാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ച് ജനറൽ സ്റ്റേറ്റ്മെന്റ് എന്താണ്, നമുക്കൊരിക്കലും ഈ ഇമേജസ്
പിന്നെ അതായത് ചൈൽഡ്ഹുഡ് ഇമേജസ് ആണെങ്കിലും അല്ലെങ്കിൽ അത് സീക്വൻഷ്യൽ ആയിട്ട് നമുക്കൊരു സ്റ്റോറി ബിൽഡ് ചെയ്യാൻ കഴിയില്ല. അതിന്റെ ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള ചില പല ഇമേജുകളാണ് നമുക്ക് അവിടെ ഉണ്ടാവുക. അപ്പൊ ഐറിസ് ഫ്ലവർ ആണ് അവിടെ കൊടുത്തത്, IRIS. അപ്പൊ അത് സാഡ് ഇമേജ് ഓഫ് ഡെത്ത്, അതിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. സോ അവിടെ എന്താണ് അദ്ദേഹം പറയുന്നില്ല, ജസ്റ്റ് ഇമേജ് മാത്രം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടേഴ്സ് ഓഫ് നേച്ചർ, ഒരു വലിയൊരു എഗ്ഗിന്റെ ഒരു എഗ്ഗ് ആ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്, വലിയൊരു ഇനാർമസ് എഗ്ഗ്. അതുപോലെ തന്നെ ഈ ഒരു എഗ്ഗ് എവിടെയാണ് ഇരിക്കുന്നത്, സിറ്റിംഗ് ദ വൈനിയാർഡ്, വൈനിയാർഡ് ഒരു വള്ളിച്ചെടിയുടെ അടുത്ത്. അതുപോലെ തന്നെ ഗ്രാൻഡ് മദർ കുറച്ച് ലീവ്സ് ഒക്കെ റേക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ വിറകുകൾ ശേഖരിക്കുന്നു, ആ ഒരു ഇമേജ്. അപ്പൊ അങ്ങനത്തെ പല പല ഇമേജുകൾ, കുട്ടികാലത്ത് പല പല ഇമേജുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇതൊരു ഓപ്പൺ ടെക്സ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ പൂരിപ്പിക്കണം. അവിടെ നമ്മൾ ഫില്ല് ചെയ്യേണ്ട ഡ്യൂട്ടി നമുക്കാണ്. നെയിം കളേർഡ് വിത്ത് റിബൺസ്. റിബൺസ് എന്ന് പറയുമ്പോൾ അതെന്താണ്, നമുക്ക് കുറച്ച് ഹാപ്പിനെസ് ലഭിക്കുന്ന ആ ഒരു സിമ്പിളായിട്ട് പറയുന്നു. ഇപ്പൊ ഹാപ്പിനെസ് സാഡോ, ഹാപ്പിനെസ് സോറോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഒരു ഇതായിട്ടില്ല, സ്റ്റോറി ആയിട്ട് ഇതിലില്ല. ഗ്രാൻഡ് മദേഴ്സ് ഇവരെ ഈ ഒരു ഇമേജസ് ഒക്കെ കാണുമ്പോൾ ഒരു ഫാർമേഴ്സ് ആണ് എന്നുള്ളൊരു ഇമേജ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഒരു ഓപ്പൺ ടെക്സ്റ്റിൽ നമുക്ക് പൂരിപ്പിച്ചു കൊടുക്കാം. സോ നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. Discuss who the text could represent. Justify your answer. അതായത് ഇവിടെ അദ്ദേഹം കൊണ്ട് ഉദ്ദേശിക്കുന്ന ആരാണ്? അദ്ദേഹം പറഞ്ഞാൽ അവരുടെ ഫാമിലി മെമ്പേഴ്സ് ആണ്, ഫാം വർക്കേഴ്സ് ആണെന്ന് പറഞ്ഞു. അവര് കോണ് ഹസ്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ പയറുകളൊക്കെ ഇതാക്കുന്നു, അതിന്റെ പാടൊക്കെ പോക്കുന്നു, തൊലി വരുന്നു, ഇങ്ങനത്തെ കാര്യങ്ങൾ. ഹൗസ് കോഴ്സ് ചെയ്യുന്നു. ഹൗസ് ഹോൾഡ് കോഴ്സ് എന്നാൽ അവിടെ വീട്ടു ജോലികൾ ചെയ്യുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ എന്താണ് നോക്കാം, കുറച്ച് ട്രിക്കിയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വൈ ഡസ് ദ നരേറ്റർ തിങ്ക് ദ ലീവ്സ് ഔട്ട്സൈഡ് ദ വിൻഡോ ട്രിക്ക് ദ ഐസ്? അതായത് നമ്മളിപ്പോ റൂമിൽ ഇരിക്കുകയാണെന്ന് നോക്കുക, വിൻഡോ സൈഡിലൂടെ നമ്മൾ പുറത്തേക്ക് നോക്കുകയാണ്, പക്ഷെ അവിടെ ലീവ്സ് ഉണ്ട്, അതായത് ഇലകളുണ്ട്. ആ ഇലകൾക്ക് ഉള്ളിലൂടെ അതിന്റെ അപ്പുറത്തുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒരിക്കലും കാണാതെ പൂർണ്ണമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ നമ്മൾ ആ ഒരു ഗ്യാപ്പ് നോക്കും, അതായത് ലീവ്സിന്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാകും, പക്ഷെ ലീവ്സ് നമ്മളെ ട്രിക്ക് ചെയ്യുന്നതാണ്. അതുപോലെയാണ് നമ്മുടെ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. ഇമാജിനേഷന് ഒരിക്കലും എന്തുണ്ടാവില്ല, ബോഡിയിലും പോലെയല്ല. ഇമാജിനേഷൻ ഒരു ഇപ്പൊ ഒരു മെമ്മറി ആണെങ്കിൽ അടുത്ത നിമിഷം വേറെ മെമ്മറി, അപ്പൊ അതിൽ നിന്ന് ജമ്പ് ചെയ്തുകൊണ്ട് അതുപോലെയാണ് എന്ത്, ഈ ഒരു ലീവ്സിനെ പോലെയാണ് ഇമാജിനേഷൻ എന്ന് പറയുന്നത്. സോ ഇമാജിനേഷനിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാനില്ല, ഒരു മെമ്മറി തന്നെ നമുക്ക് കീപ്പ് ചെയ്യാന്നുള്ളത് അത് അസാധ്യമാണ്. ഡിഫറെന്റ് ഇമേജസ് നമുക്ക് ഓരോ മിനിറ്റിലും വന്നുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ. ഇമാജിനേഷൻ ഈസ് മോർ റെസ്റ്റ്ലെസ് ദാൻ ബോഡി. അപ്പൊ ഇമാജിനേഷന്റെ ഒരു പവറാണ് പറഞ്ഞത്. ഇമാജിനേഷൻ നെവർ സ്റ്റോപ്സ് ജമ്പിങ് ഫ്രം ഐഡിയ ടു ഐഡിയ. എപ്പോഴും ഒരു ഐഡിയ നിന്ന് മറ്റൊരു ഐഡിയയിലേക്ക് നമ്മൾ ജമ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മളൊരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിലും ഒരു ഫംഗ്ഷനിൽ ഇരിക്കുകയാണെങ്കിലും പിന്നെ എന്താണ്, ചിലപ്പോൾ അവിടുത്തെ ഇത് മാത്രമല്ല പല പല കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക്, ചിലപ്പോൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെ കണ്ടാൽ അങ്ങോട്ട് പോകും. സോ അങ്ങനത്തെ പല പല ഇമേജസ് നമ്മുടെ ദ ബോഡി ക്യാൻ റെസ്റ്റ്, ബട്ട് അതായത് ബോഡിനെ പോലെയല്ല, ബോഡി ആ സ്ഥലത്ത് റെസ്റ്റ് ആണെങ്കിലും നമ്മുടെ മൈൻഡ് ഇങ്ങനെ വാണ്ടർ ചെയ്തുകൊണ്ടിരിക്കും. Next, what is the image used to describe the message of happiness? Happiness in ഒരു ഇമേജ് എന്താണ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 4-5 ക്വസ്റ്റ്യൻ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം, ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതിൽ 4ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ ഇമേജ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ മെസ്സേജ് ഓഫ് ഹാപ്പിനെസ്? അതിൽ നേരത്തെ പറഞ്ഞു ജെല്ലോ മോൾഡഡ് ഇൻ ടൈനി ഡോൾ ഡിഷസ്. ഒരു ജെലാറ്റിൻ ഡെസേർട്ട് ആണ് ജെല്ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഡോൾ ഡിഷസിൽ കീപ്പ് ചെയ്തത്. അപ്പൊ ഡിഷസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് വരുന്നു. അതുപോലെ തന്നെ പേപ്പർ ഹാറ്റ് ഫ്ലോട്ട് ടു ഷോ സ്മോൾ ജോയ്സ്. അല്ലെ, ഒരു പേപ്പർ ഹാറ്റ് എന്ത് ചെയ്യുന്നു, ഒഴുകി പോകുന്നത്. അത് നല്ലൊരു നമുക്ക് ചൈൽഡ്ഹുഡ് ഇമേജ് ആണ് അല്ലെ. നമ്മൾ പറയുമ്പോൾ നൊസ്റ്റാൾജിയ എന്നൊക്കെ പറയുമ്പോൾ ഒരു ചൈൽഡ്ഹുഡ് ഇമേജ് ആണ്. ദർ ഇസ് നോ സിംഗിൾ മെസ്സേജ് ബിക്കോസ് ഹാപ്പിനെസ് കംസ് ഇൻ ഫ്രാഗ്മെന്റ്സ്. ഇവിടെ ഒരു മെസ്സേജ് ആയിട്ടൊന്നുമില്ല. ഹാപ്പിനെസ് എന്ന് പറഞ്ഞത് എന്താണ്,
ഫ്രാഗ്മെന്റ്സ് ആയിട്ട് ചില സമയങ്ങളിൽ സോറോ, ചില സമയങ്ങളിൽ ഹാപ്പിനെസ് അങ്ങനെ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഫ്യൂ ഇമേജസ് ഓഫ് ചൈൽഡ്ഹുഡ് പ്ലേ എംപ്ലോയിഡ് ബൈ ലിനിജൻ. എക്സാമ്പിൾ ചോദിക്കാം ചാൻസ് ഉണ്ട്, വളരെയധികം ചാൻസ് ഉണ്ട്. നേരത്തെ പറഞ്ഞു തന്നെയാണ് പേപ്പർ ഹാറ്റ് എന്തൊക്കെ ഇമേജുകളാണ്, ജെലോ മോൾഡഡ്, അതുപോലെ തന്നെ ഓറഞ്ച് ആൻഡ് ഗ്രേ ബഗ്സ് അല്ലെ പ്രാണികൾ, പിന്നെ റോക്ക് ഷേപ്ഡ് എഗ് ഇൻ വൈനിയാർഡ് നേരത്തെ പറഞ്ഞു. പിന്നെ സിക്സ് ക്വസ്റ്റ്യൻ, what according to narrator would make one feel that they have betrayed their ideals? Okay, അതായത് ചില സമയങ്ങളിൽ നമ്മളെ തന്നെ ചീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഫീൽ ചെയ്യും. അതിന്റെ റീസൺ എന്താണ്? ഓക്കെ, നരേറ്ററെ സംബന്ധിച്ചിടത്തോളം ഒപ്പീനിയൻ എന്താണെന്നാണ്. അപ്പൊ നമുക്കറിയാം, ജനറൽ ആയിട്ട് നമ്മൾ ആലോചിച്ചാൽ നമ്മൾ ചില സമയങ്ങളിൽ ഒറ്റപ്പെട്ടിരിക്കാൻ തോന്നും. പക്ഷെ ആ ഒരു സമയത്ത് തന്നെ അടുത്ത നിമിഷം ചിലപ്പോൾ മൈൻഡ് മാറാം, അടുത്ത നിമിഷം നമുക്ക് ഒരു ഫ്രണ്ടിനെ വിളിക്കണം എന്നാവും. ചില സമയങ്ങൾ നമ്മൾ തീരുമാനം എടുക്കുന്നു, തീരുമാനം മാറ്റുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു, അത് നമ്മളെ തന്നെ പറ്റിച്ചതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളത്. സോ നെക്സ്റ്റ് നോക്കാം. ചാപ്റ്റർ 8 ജെൻഡർ ഈക്വാലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കുറെ പേര് കമ്പൈൻ ചെയ്ത് എഴുതിയിട്ടുള്ള ഒരു എസ്സേ ആണ്. ലോറ അമായ, ക്ലാര ഷ്രോഡർ, സാന്ദ്ര മെഡ്രാനോ, അലക്സ ജീൽസ് ഇവരൊക്കെ ചേർന്ന് എഴുതിയിട്ടുള്ളതാണ്. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഇല്ല എങ്കിലും മീൻസ് ഈ ഒരു എസ്സേ ഇമ്പോർട്ടൻ്റ് ആണ്. ആരെ എഴുതി എന്നുള്ള ഇമ്പോർട്ടൻസ് കുറവാണ് എങ്കിലും FSG എന്ന് പറയുന്ന ഫൗണ്ടേഷൻ സ്ട്രാറ്റജി ഗ്രൂപ്പ്, ഓക്കെ, ഇവരെ ഒരു ഫൗണ്ടേഷന്റെ പേരാണ്. ഇവരെന്താണ്, ഇവര് ഈ കോർപ്പറേഷൻസ്, ഫൗണ്ടേഷൻസ് ഇവരുമായിട്ട് കൊളാബ് ചെയ്തുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ സിസ്റ്റത്തിൽ എന്തെങ്കിലും അസമത്വങ്ങളുണ്ടോ എന്ന് പരിശോധിക്കും. ഇപ്പൊ ഈക്വാലിറ്റി എന്ന് പറഞ്ഞാല് ശരിക്കും തുല്യത എന്നാണ്. ഈക്വിറ്റി എന്ന് പറഞ്ഞാല് സമത്വമാണ്. ഓക്കെ, ഈക്വിറ്റി, EQUITY, ഓക്കെ, ഇക്വിറ്റി രണ്ടും ചെറിയ ഡിഫറൻസുകൾ. ഈക്വാലിറ്റി പറഞ്ഞാൽ തുല്യത, എല്ലാവർക്കും പിന്നെ എന്ത് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ആരാണെങ്കിൽ എല്ലാവർക്കും എന്ത് ചെയ്യുന്നുണ്ട്, 5 ആപ്പിള് വീതം കൊടുക്കുന്നുണ്ട്, 5 ആപ്പിള് വീതം കൊടുക്കുന്നുണ്ട് ഒരു 10 മെമ്പേഴ്സ്. അപ്പൊ അതില് പിന്നെ ആപ്പിൾ ഇഷ്ടമില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ അവരുടെ നീഡ് അനുസരിച്ച്, അവരുടെ നീഡ് അനുസരിച്ച് കൊടുക്കും. ഇഷ്ടമില്ലാത്ത ആളുകൾക്കാണെങ്കിൽ ആപ്പിൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ പിന്നെ 5 ആപ്പിള് കഴിക്കാത്ത ആളുകളാണെങ്കിൽ, പിന്നെ കൂടുതൽ ഭക്ഷണം കഴിക്കാത്ത ആളുകളാണെങ്കിൽ അവർക്ക് 1 അല്ലെ 1 2 കൊടുത്താൽ. അപ്പൊ അത് ശരിക്കും എന്താണ്, ഈക്വിറ്റി ആണ്. എക്കണോമിക്കലി ബാക്ക്വേർഡ് പീപ്പിൾ എല്ലാവർക്കും പിന്നെ 1000 rupees വില്ലേജിൽ എല്ലാവർക്കും വീതം കൊടുക്കുന്നുണ്ട് നോക്കാം. അപ്പൊ അങ്ങനെ തുല്യത എന്ന് പറഞ്ഞാല് എല്ലാവർക്കും 1000 രൂപ കൊടുക്കുക, അല്ലെങ്കിൽ 1000 rupees കൊടുക്കുക. മറ്റെന്താണ് ഈക്വിറ്റി എന്ന് പറഞ്ഞാല് അവരുടെ ആവശ്യം അനുസരിച്ച്, അവര് എക്കണോമിക്കലി വെല്ലാണെങ്കിൽ അവർക്ക് അതിന്റെ ആവശ്യം ഉണ്ടാവണമെന്നില്ല. അപ്പൊ അതാണ് ഈക്വിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ജെൻഡർ ഈക്വാലിറ്റി, ഇവിടെ 3 റീസൺസ് കൊടുത്തിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്. അപ്പൊ ജെൻഡർ ഈക്വാലിറ്റി ഈസ് നോട്ട് ജസ്റ്റ് എ വുമൻസ് ഇഷ്യൂ എന്നാണ് പറയുന്നത്. നമ്മുടെ ഈ ഒരു ലോകത്തിൽ ഇപ്പോഴത്തെ ഒരു സിസ്റ്റത്തിൽ ചെറിയൊരു ചേഞ്ച് കൊണ്ടുവരണം എന്ന് അവർ പറയുന്നു. നമുക്ക് വായിച്ചു നോക്കാം. Essay argues that gender equality is not just a women's issue. Historically, efforts have focused narrowly on removing barriers for women, empowering them. സ്ത്രീ ശാക്തീകരണത്തിന് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പ്രൊവൈഡിങ് ആക്സസ് ടു ഹെൽത്ത്, എഡ്യൂക്കേഷൻ, എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെയൊക്കെ. പക്ഷെ അവിടെയൊക്കെ ഇനീക്വാലിറ്റീസ്, അസമത്വങ്ങൾ ഉണ്ട്. അൺഈക്വൽ പവർ ഡൈനാമിക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് മെന്നും വുമൺ തമ്മിൽ. എൻഗേജിങ് മെൻ ആൻഡ് വോയിസസ് allies is central to achieving sustainable SDG. Sustainable Development Goal. അതായത് UN എന്ന് പറയുന്ന സംഘടന സ്ത്രീകൾക്ക് കൊടുക്കാൻ വേണ്ടി, സ്ത്രീകൾക്കും അതുപോലെ തന്നെ പിന്നെ അവർക്കൊക്കെ ഇമാൻസിപ്പേഷൻ, ഒരു ഉന്നമനം കൊടുക്കാൻ വേണ്ടി, അതാണ് SDG ഗോൾ നമ്പർ 5, ജെൻഡർ ഈക്വാലിറ്റി, എംപവർമെന്റ് ഓഫ് ഓൾ വുമൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ 3 റീസൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജെൻഡർ ഈക്വിറ്റി ഹാപ്പൻ വിത്തൗട്ട് വുമൺ, അതായത് ജെൻഡർ ഈക്വാലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തടസ്സം നിൽക്കുന്ന 3 റീസൺസ് ആണ് കൊടുത്തിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കാം, സിമ്പിൾ കോൺസെപ്റ്റുകളാണ്.
ഒരു സൊല്യൂഷൻ ശരിക്ക് ഇത് മൂന്നും സൊല്യൂഷൻസ് കൂടിയാണ് പറഞ്ഞ ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ജെൻഡർ ഈക്വാലിറ്റി ഇപ്പോൾ ഇല്ലാത്തതിന്റെ റീസൺ ജെൻഡർ ഈക്വാലിറ്റി അല്ലെങ്കിൽ ഈക്വിറ്റി കാൺ ഹാപ്പൻ വിത്തൗട്ട് മെൻ. അതായത് ആണുങ്ങൾ കൂടി വിചാരിക്കണം എന്ത് അതായത് സ്ത്രീകൾക്കും തുല്യ പരിഗണനയുണ്ട് എന്ന് മെന്നും കൂടി വിചാരിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പോ അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോ സ്ത്രീകൾക്ക് ഹൗസ് ഹോൾഡ് കോഴ്സ് കൂടുതലാണ്, വീട്ടു ജോലികൾ കൂടുതലാവും, ഹൗസ് ഹോൾഡ് ബേർഡൻസ് ഇവര് ഇവിടെ പറയുന്നത് അതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് തന്നെ പുരുഷന് ഹൗസ് ഹോൾഡ് കോഴ്സ് കുറവാണ്, അതുപോലെ തന്നെ ചിൽഡ്രനെ കെയർ ചെയ്യുന്ന ഡ്യൂട്ടി. അപ്പൊ ഇത് ഡിവൈഡ് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞത് അവര് പറയുന്നത്. ഇപ്പൊ സ്ത്രീകൾക്ക് ഇപ്പോ പുരുഷന് കിട്ടുന്ന അതേ ജോലി കൊടുക്കുകയാണെങ്കിലും ഇവർക്ക് ഇതും കൂടി ചെയ്യേണ്ടി വരും, ഗേൾസിന് ഇതും കൂടി ചെയ്യേണ്ടി വരും. ഓക്കെ, ഹൗസ് ഹോൾഡ് കോഴ്സ് പ്ലസ് ഡ്യൂട്ടി ചെയ്യേണ്ടി വരും. ഒരു മാനേജർ പോസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അതേ സമയത്ത് തന്നെ ഹൗസ് ഹോൾഡ് കോഴ്സിൽ നിന്നും ഫ്രീ ആണ് പുരുഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സമയത്തും അവിടെ ഒരു ഡിവിഷൻ വരുന്നുണ്ട്. അപ്പൊ അതിലും ഒരു സൊല്യൂഷൻ കാണാം എന്നാണ്. അതിലും ആര് വിചാരിക്കണം, പുരുഷൻ കൂടി വിചാരിക്കണം. അവര് സ്വമേധയാ എന്ത് ചെയ്യണം, അവര് മുന്നോട്ട് വന്നിട്ട് അതിനെ സഹായിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം മെന്നും കൂടി വിചാരിക്കണം ഒന്നാമത്തത്. രണ്ടാമത്തത് എന്ന് പറഞ്ഞത് അപ്പൊ ഹൗസ് ഹോൾഡ് കോഴ്സ് നമ്മള് ഒന്നാമത്തതിൽ പറഞ്ഞു, ഹൗസ് ഹോൾഡ് കോഴ്സ് അതുപോലെ തന്നെ ക്ലീനിങ്, അതുപോലെ തന്നെ വാഷിങ്, ഓക്കെ, ഇതുപോലുള്ള ജോബ്സ് ഒക്കെ. അപ്പോൾ അതിനുള്ള ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു ഇന്ത്യയിൽ പറയുന്നത് ബ്രസീലില് 2 മടങ്ങ് വർക്ക് മെന്നിനേക്കാൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവര് ഹൗസ് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ മാസ്കുലിറ്റി നോംസ് അഫക്ട് ഔട്ട്കംസ് ഫോർ മെൻ ആൻഡ് വുമൺ. ഓക്കെ, ഇപ്പൊ മാസ്കുലിറ്റി നോംസ് എന്ന് പറഞ്ഞാല് ശരിക്കും ഈ ടോക്സിക് മസ്കുലിറ്റി എന്നൊക്കെ പറയും. ടോക്സിക് മസ്കുലിറ്റി അതായത് ആണുങ്ങൾക്ക് ഇമോഷൻസ് ഉണ്ടെങ്കിലും കരച്ചിൽ എന്നാൽ കരയാൻ പാടില്ല, അതേപോലെ തന്നെ അവർ ചെയ്യേണ്ടതായിട്ടുള്ള ചില ഡ്യൂട്ടീസ് അപ്പൊ അതിൽ വീക്കായാൽ ആണത്വം നഷ്ടപ്പെട്ടു അങ്ങനെയൊക്കെ പറയുന്ന ആ ഒരു അവസ്ഥാവിശേഷം. അപ്പം അത് സമൂഹം ഉണ്ടാക്കിയിട്ടുള്ള ചില സ്റ്റീരിയോ ടൈപ്പ്, ഈ ഒരാണല്ല അങ്ങനത്തെ കാര്യങ്ങൾ അതാണ് ഇതിൽ ഉദ്ദേശിച്ചത്. റീസൺ നമ്പർ 2 മാസ്കുലിറ്റി നോംസ് എന്നാൽ ആ ഒരു സ്റ്റീരിയോ ടൈപ്പുകൾ, നിയമങ്ങൾ ഒക്കെ അതൊക്കെയാണ് അതിൽ ഉദ്ദേശിച്ചത്. അപ്പോ ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് സൊസൈറ്റി ടെൽസ് മെൻ ദേ മസ്റ്റ് ബി ടഫ്, അവർ ഭയങ്കര ടഫ് ആവണം, നെവർ ആസ്ക് ഫോർ ഹെൽപ്പ്, ഒരിക്കലും സഹായം തേടരുത്, ആൻഡ് നോട്ട് ദ വുമൻസ് വർക്ക്. അതൊക്കെ അപ്പൊ അത് മാറ്റണം എന്നാണ് ഇവർ പറയുന്നത്. റീസൺ നമ്പർ 3 മെൻ ക്യാൻ യൂസ് ദിയർ പവർ ടു ബി എഫക്റ്റീവ് അഡ്വക്കേറ്റ്സ്. അതായത് ഇനിയിപ്പോ സ്ത്രീകൾക്ക് ഇത് കൊടുക്കുകയാണെങ്കിലും ഇപ്പോൾ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ 60% റീറ്റെയിൽ സ്റ്റോർസിൽ മാനേജർമാരായിട്ട് മെന്നാണ്, ഓൺലി ലെസ് ദാൻ 10% ഓഫ് സിഇഒ ആർ വുമൺ. ഓക്കെ, സിഇഒസ് വുമൺ കുറവാണ് കമ്പനികളിൽ. സോ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിലും അവരെന്ത് ചെയ്യണം, അവരെ ഹെൽപ്പ് ചെയ്യണം. അവര് അതായത് ആ ഒരു കമ്പനിയിലെ സ്ത്രീകളുടെ സുരക്ഷ, അതുപോലെ തന്നെ അവർക്ക് കൊടുക്കേണ്ട പരിരക്ഷകള്, അവരെ വലിയൊരു പ്രൊജക്റ്റ് ഏൽപ്പിക്കുക. പാർട്ട്നേഴ്സ് മീൻസ് ബിസിനസ് പാർട്ട്നേഴ്സ് ആയിട്ട് അവരെയും കൂടി സ്വീകരിക്കുക, അക്സെപ്റ്റ് ചെയ്യുക. അപ്പം ഒരു ലേഡിയാണ് ഗേൾ ആണെന്ന് തഴയാതിരിക്കാതെ അവരുടെ സ്കില്ലുകൾ മാക്സിമം എന്ത് ചെയ്യാം, സ്പോൺസർ ചെയ്യാന്നുള്ളത്, ഹെൽപ്പ് ചെയ്യാന്നുള്ളത് അത് മൂന്നാമത്തെ ഒരു റീസൺ. അപ്പം മെൻ വിചാരിച്ചാൽ അവർക്ക് എന്ത് ചെയ്യാം, അവർക്കും വലിയ വലിയ പ്രൊജക്റ്റുകൾ ഏറ്റെടുത്തുകൊണ്ട് സ്കില്ലുകൾ ഡിവൈഡ് ചെയ്യാം എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ മൂന്നാമത്തെ കാറ്റഗറിയിൽ പെട്ടതാണ്, മൂന്നാമത്തെ റീസണിൽ പെട്ടാണ് അവർക്ക് പ്രൊമോഷൻ കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, ടാലന്റഡ് വുമന് പ്രൊമോഷൻ കൊടുക്കുക, റെക്കമെൻഡിങ് ഫോർ എ പ്രൊമോഷൻ, അതുപോലെ തന്നെ യൂസിങ് ഹിസ് പവർ ടു ഓപ്പൺ ഡോർസ് ദാറ്റ് ആർ യൂഷ്വലി ക്ലോസ് ടു വുമൺ. അപ്പൊ മൂന്നാമത്തെ കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് മെൻ ഇൻ ചാർജ് ക്യാൻ ഹെൽപ്പ് വുമൺ റൈസ്. അധിക പോസ്റ്റുകളിലും മെന്നായിരിക്കും ഹെഡ്
ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ അവരെന്ത് ചെയ്യണം, അവർ പരിഗണനയിൽ എടുക്കുന്നതാണ്, സ്ത്രീകളെ പരിഗണനയിൽ എടുക്കണം. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ് ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് ഗോൾ നമ്പർ 5 SDG സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ നമ്പർ 5? എക്സാമിന് ചോദിക്കാം ചിലപ്പോൾ. ജെൻഡർ ഇക്വാലിറ്റി ആണ്. ഓക്കെ, എംപവർമെന്റ് ഓഫ് ഓൾ വുമൻസ് ആൻഡ് ഗേൾസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ടൈം പോവർട്ടി കൊണ്ട് ഡിസ്ക്രൈബ് ദ റീസൺസ് ഫോർ ആൻഡ് ദ റിസൾട്ട് ഓഫ് ടൈം പോവർട്ടി. ഇപ്പൊ ഇവിടെ ടൈം പോവർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ റീസൺസ് ഒക്കെയാണ് ചോദിച്ചത്. ടൈം പോവർട്ടി കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ശരിക്ക് ഹൗസ് ഹോൾഡ് വർക്കിന് സ്ത്രീകൾക്ക് എന്തില്ല, പേയ്മെന്റ് അൺപെയ്ഡ് ആണ്, ശരിക്ക് പേയ്മെന്റ് കൊടുക്കുന്നില്ല. അപ്പൊ അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞത് ഫ്രീ ടൈം കുറയും, അവരുടെ ക്രിയേറ്റിവിറ്റി. അപ്പൊ അവിടെ ഒരു ജെൻഡർ ഗ്യാപ്പ് വരും, അൺഈക്വൽ പവർ ഡൈനാമിക്സ് വരും. ഓക്കെ, എന്താണ് തേർഡ് ക്വസ്റ്റ്യൻ ജെൻഡേർഡ് സോഷ്യൽ നോംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നോംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. റൂൾസ് ഓഫ് ബിഹേവിയർ ദാറ്റ് ഇൻഡിവിജ്വൽ ഫോളോ ബേസ്ഡ് ഓൺ എ ബിലീഫ്. അതായത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന അതിനെ അനുസരിച്ച് ആ ഒരു നിയമാവലി അനുസരിച്ച് ബ്രേക്ക് ചെയ്യാതെ നീങ്ങുക എന്നുള്ളത് ഒരു സ്റ്റീരിയോടൈപ്പ് ആണ്. ഓക്കെ, പീപ്പിൾ കൺഫോം ടു ദീസ് നോംസ് ബിക്കോസ് ദേ ഫീൽ ദേ ആർ എക്സ്പെക്റ്റഡ് ടു ബൈ സൊസൈറ്റി. അതായത് സൊസൈറ്റി പ്രതീക്ഷിക്കുന്നതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളത്, without any opposition. Fourth question, explain how gendered social norms affect the behavior of men. നമ്മൾ നേരത്തെ ടോക്സിക് മസ്കുലിനിറ്റി ഒക്കെ പറഞ്ഞു. അപ്പൊ എങ്ങനെ ആയിരിക്കണം എന്ന് ഒരു അതായത് ആണുങ്ങൾക്ക് ഇമോഷൻ വന്നാൽ ഡീപ്പ് ചെയ്യാൻ പാടില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ജെൻഡേർഡ് സോഷ്യൽ നോംസ് മേക്ക് മെൻ റെസിസ്റ്റ് സ്റ്റെപ്പിംഗ് ഔട്ട്സൈഡ് എക്സ്പെക്ടേഷൻസ്. അതായത് ഇത്തരം കാര്യങ്ങൾ ഉണ്ടായാൽ ഇപ്പോൾ ഒരു ഇമോഷൻസ് പിന്നെ റിലീസ് ചെയ്യേണ്ട മീൻസ് ഇപ്പം കരച്ചിൽ വന്നാൽ, കരയേണ്ട സാഹചര്യം വന്നാൽ അവരെ അത് ബ്ലോക്ക് ചെയ്യുന്നു ബിക്കോസ് ഓഫ് മസ്കുലിനിറ്റി, ഫോർ ഫിയർ ഓഫ് ബീങ് ഷെൻഡ് ബൈ ദെയർ പിയേഴ്സ്. അതായത് പിന്നെ സമപ്രായക്കാർ അവരെ കളിയാക്കുമെന്നുള്ള ആ ഒരു പേടിയിൽ. Then this fear holds existing often harmful behaviors in place. Okay, ഇത് എന്ത് ചെയ്യുന്നു, വളരെ മോശമായിട്ടുള്ള രീതിയിൽ അവരെ ബാധിക്കുന്നു. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ റോൾ ഓഫ് സ്പോൺസേഴ്സ് ഇൻ ദ വർക്ക് പ്ലേസ്? സ്പോൺസേഴ്സ് പറഞ്ഞാൽ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകൾ എന്നാണ്. ഇപ്പൊ സ്പോൺസേഴ്സ് ഇവിടെ മെന്നാണ്. സ്പോൺസേഴ്സ് ആർ അഡ്വക്കേറ്റ്സ് വിത്ത് ഡിസിഷൻ മേക്കിംഗ് പവർ. ഇപ്പൊ പല പോസ്റ്റുകളിലും ഡിസിഷൻ മേക്കിംഗ് പവർ, അതുപോലെ തന്നെ CEO പോസ്റ്റുകളിലും മെന്നാണ്. അപ്പൊ അവരെന്ത് ചെയ്യണം, ഈ വർക്ക് പ്ലേസിൽ സ്ത്രീകളെ പിന്നെ അവരെ സഹായിക്കണം, അല്ലെങ്കിൽ അവർക്ക് പ്രൊമോഷൻ കൊടുക്കണം. സ്കിൽഫുൾ ആണെങ്കിൽ അല്ലെങ്കിൽ ടാലന്റഡ് ആണെങ്കിൽ ലേഡി എന്ന നിലയിൽ അവരെ താഴ്ത്തരുത്, ജെൻഡേർഡ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ അവരെ കാണിക്കരുത്. വിത്ത് ഡിസിഷൻ മേക്കിംഗ് പവർ who champion their bodies for visible achievements. ഓക്കെ, അപ്പൊ നല്ല പവറുള്ള ആളുകളാണ്, പിന്നെ ഹെഡ് പൊസിഷനിൽ നിൽക്കുന്ന ആളാണ്, ഡിസിഷൻ മേക്കിംഗ് പവേഴ്സുള്ള ആളാണ് സ്പോൺസേഴ്സ്. They commit to seeing through their bodies growth and career progression. അവരെ കരിയറുകൾ പിന്നെ കരിയർ ആയിട്ടുള്ള അഡ്വാൻസ്മെന്റുകൾ ഉറപ്പുവരുത്തുക എന്നുള്ളത് ഈ സ്പോൺസേഴ്സിന്റെ ധർമ്മമാണ്. അപ്പൊ ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ അവരെ എന്ത് ചെയ്യണം, പരിഗണിക്കണം. യൂണിറ്റ് 9 സ്റ്റോറി ഓഫ് ഇൻസ്റ്റഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റോറി ഓഫ് ഇൻസ്റ്റഗ്രാം. അങ്ങനെ ഇൻസ്റ്റഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് 2010-ലാണ്. അന്ന് ഈ ഫോട്ടോ ഷെയറിംഗ് ആപ്പ് മാത്രമായിരുന്നു അന്ന് ഇൻസ്റ്റഗ്രാം. റീൽസോ കാര്യങ്ങളോ, റീൽസ് ഒക്കെ റീസെന്റ് ആഡഡ് ആയിട്ടുള്ളതാണ്. ആദ്യം ഇതിന്റെ ഉപജ്ഞാതാക്കൾ എന്ന് പറഞ്ഞത് ഗൈറാസ് ആൻഡ് കെവിൻ സിസ്ട്രോം. ഇതിന്റെ ഉപജ്ഞാതാക്കൾ എന്ന് പറഞ്ഞത് പിന്നെ കെവിൻ സിസ്ട്രോം ആൻഡ് മൈക്ക് ക്രീഗർ. ഗൈറാസ് ഒരു ജേർണലിസ്റ്റ് ആണ്. ഇൻസ്റ്റഗ്രാം ഒരു ഫോട്ടോ ഷെയറിംഗ് ആപ്പായിരുന്നു. ഒരു ബർബൻ എന്ന് പറയുന്ന ഒരു ആപ്പിന്റെ ഒരു ഭാഗമായിട്ടായിരുന്നു തുടങ്ങിയിരുന്നത്. അപ്പൊ അന്ന് പിന്നെ വെറും ഈ ഫോട്ടോ ഷെയറിംഗ് മാത്രമല്ല ഉണ്ടായിരുന്നത്. അന്ന് ലൊക്കേഷൻസ്, അതായത് മാപ്പുകൾ, നമ്മളെവിടെയെങ്കിലും ചാവടിക്കാൻ പോവുക അങ്ങനെയൊക്കെ ചെയ്താൽ ഫ്രണ്ടിന് മാപ്പ് അയച്ചു കൊടുക്കുക, അതിൽ തന്നെ സൗകര്യം ഉണ്ടാകുന്ന തരത്തിൽ പല കാര്യങ്ങളും അതിലുണ്ടായിരുന്നു. പക്ഷെ ആളുകൾക്ക് ഇതെല്ലാം കൂടി ഉപയോഗിക്കണം എന്നില്ല. ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ അത് ഫോട്ടോ ഷെയറിംഗ് ആണ്. ഓക്കെ, പിന്നീട് ഇതിൽ ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇതിലേക്ക് വരാൻ തുടങ്ങി, ഫേസ്ബുക്കിനേക്കാൾ. പിന്നെ ഫേസ്ബുക്ക് മെറ്റ കമ്പനി ഇത് ബൈ ചെയ്തു, വാങ്ങി.
ഇതിന് ഒരു സീഡ് മണി ഒക്കെ ഉണ്ടായിരുന്നു, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റന്റ് ഫോട്ടോ ആപ്പ് പ്രൊഡ്യൂസ് ചെയ്തത്. ഒരുപാട് സെർവർമാർ, അതുപോലെ തന്നെ ഒരുപാട് സൈറ്റുകൾ കൈകാര്യം ചെയ്യാം. ഒരുപാട് ആളുകൾ ഉപയോഗിക്കുമ്പോൾ സെർവറുകളൊക്കെ ക്രാഷ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഒരുപാട് എഞ്ചിനീയേഴ്സിന് ഇതിലേക്ക് ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ അവർ ഹയർ ചെയ്തു. പിന്നെ പല കമ്പനികളും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തു. കാരണം അവരുടെ ഒരു മണി കൊണ്ട് മാത്രം ഇതിൽ ഉപയോഗിക്കുക എന്നുള്ളത് അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ അവർ പല കമ്പനികളെ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചു. അവർക്കും ഇതിൻ്റെ ഒരു ലാഭം കിട്ടി. പിന്നീടാണത് ഫേസ്ബുക്ക് വാങ്ങുന്നത് ഈ ഒരു ഇൻസ്റ്റഗ്രാം. ഇപ്പൊ ഇൻസ്റ്റഗ്രാമിന്റെ ഇനീഷ്യൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹൗ ഡിഡ് ഇറ്റ് ഇവോൾവ് ഇൻ ടു ഫോട്ടോ ഷെയറിംഗ് ആപ്പ് വി നോ ടുഡേ. ഇത് എക്സാമ്പിൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇൻസ്റ്റഗ്രാമിന്റെ ഇനീഷ്യൽ കോൺസെപ്റ്റ് എന്തായിരുന്നു, എങ്ങനെയാണ് ഫോട്ടോ ഷെയറിംഗ് ആപ്പായിട്ട് ഇത് മാറിയത്? ഇൻസ്റ്റഗ്രാം സ്റ്റാർട്ടഡ് ആസ് എ കോംപ്ലിക്കേറ്റഡ് ചെക്കിംഗ് ആപ്പ്. അതായത് കുറേ അധികം സൗകര്യങ്ങളുള്ള ബർബൻ എന്ന് പറയുന്ന ഒരു ആപ്പിന്റെ ഭാഗമായിട്ട് ഇൻസ്റ്റഗ്രാം ബർബൻ ആയിരുന്നു ആദ്യം, BURBN ഒരു ആപ്പിന്റെ പേര്. The founders removed everything except photo sharing and added filters to make it simple and good. പിന്നീട് എന്ത് ചെയ്തു? ഫോട്ടോ എന്നുള്ള സാധനത്തേക്ക് മാത്രം ഒതുങ്ങിക്കൊണ്ട് വന്നപ്പം ആളുകൾ കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്കറിയാം ഒരുപാട് സ്കില്ലുകൾ ഉണ്ടാകുന്ന ഒരു സ്കില്ല് അടിപൊളിയാണെങ്കിൽ പിന്നെന്ത് ചെയ്യും? അതായിരിക്കും ഏറ്റവും കൂടുതൽ ഐക്കോണിക് ആയിട്ട് മാറുക. അപ്പൊ ഇതിൽ ഫോട്ടോ ഷെയറിംഗ് ആപ്പ് എന്നുള്ളത് അത് ആളുകൾക്ക് ഹൈലൈറ്റ് ആയി. കൂടുതൽ എഡിറ്റ് ചെയ്യാതെ കൂടുതൽ എന്താണ് ലൈവ് ഫോട്ടോസ്, അതുപോലെ തന്നെ ഫിൽറ്റേഴ്സ് ഒക്കെ റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുമ്പോൾ അവർക്ക് എന്താണ് കൂടുതൽ സൗകര്യപ്രദമായി, കൂടുതൽ ആളുകൾ ഇത് ഉപയോഗിക്കാൻ തുടങ്ങി. ഫോട്ടോ ഷെയറിംഗ് ആപ്പായിട്ട് ഇത് മാറും. What pivotal all is lost moment did Instagram found its space and how did they overcome it? അതായത് എല്ലാം നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള ഒരു നിമിഷം അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അവര് അതിനെ ഓവർകം ചെയ്തു. എങ്ങനെയാണ് ഇത് പിന്നെ അവർ നഷ്ടം ഉണ്ടായത്? സെർവേഴ്സ് ക്രാഷ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ലോഞ്ച്. അതായത് ഇത് ലോഞ്ച് ചെയ്തതിനു ശേഷം മില്യണുകണക്കിന് ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരേ സമയം അങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങി. അവർക്ക് നഷ്ടപ്പെട്ടു എന്ന് ഫീൽ ചെയ്തു. ദേ ഓവർകം ഇറ്റ് ബൈ വർക്കിംഗ് കണ്ടിന്യൂസ്ലി ഡേ ആൻഡ് നൈറ്റ്. അവർ രാപ്പകലില്ലാതെ പണിയെടുത്തു ഇതിന്റെ proponents to fix the technical problems and stabilize the system. Founders realized Berber was too confusing and had too many features. They decided to simplify it by removing almost everything except photo sharing, liking and commenting. ഫോട്ടോ ഷെയറിംഗും ലൈക്കിങ്ങും കൊമന്റിങ്ങും അവിടെ നിർത്തിക്കൊണ്ട് മറ്റുള്ള എല്ലാ ഫീച്ചേഴ്സും അവർ റിമൂവ് ചെയ്തു. They also added filters. അവരെന്ത് ചെയ്തു? ഫിൽറ്റർ ആഡ് ചെയ്തു. So ordinary phone photos could look beautiful with one tap. ഒറ്റ ടാപ്പ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്തു? അടിപൊളിയായിട്ടുള്ള ഇമേജസ് വന്നു. They built a working version prototype and launched Instagram in October 2010. പിന്നെ ഫൗണ്ടേഴ്സ് എങ്ങനെയാണ്? How did the founders manage to gain such rapid initial user growth after Instagram's launch? എങ്ങനെയാണ് അവർ മാനേജ് ചെയ്തത്? നമ്മൾ പറഞ്ഞു അത് ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആയിരുന്നു, നല്ല ഫിൽറ്റേഴ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സെലിബ്രിറ്റീസ് ലൈക്ക് സ്നൂപ്പ് ഡോഗ് ആൻഡ് ജസ്റ്റിൻ ബീബർ എല്ലാവരും ഇത് യൂസ് ചെയ്തു. അങ്ങനെ യങ് പീപ്പിളിലേക്ക് പകർന്നു വന്നു. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് കീ ഇൻസൈറ്റ് അബൌട്ട് ഓണ്ടർപ്രണർഷിപ്പ് ക്യാൻ ബി ഗെയിൻ ഫ്രം Kevin Strong and Mike Krieger's journey with Instagram? ഇതില് ഒരു പ്രത്യേക ഇൻസൈറ്റ് എന്താണ്? നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് എന്താണ്? സിംപ്ലിഫൈങ് യുവർ പ്രൊഡക്റ്റ് ടു ഫോക്കസ് ഓൺ വൺ തിങ് ഡൺ വെരി വെൽ ക്യാൻ ലീഡ് ടു സക്സസ്. നമുക്ക് ഒരുപാട് ഉൽപ്പന്നങ്ങൾ, പ്രൊഡക്റ്റുകൾ, ഒരുപാട് ബിസിനസ്സുകൾ ഉണ്ടാവുന്ന ഒറ്റ ബിസിനസ് അല്ലെങ്കിൽ ഒറ്റ പ്രൊഡക്റ്റ് നമുക്ക് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അതെന്താണ്? അത് സക്സസിലേക്ക് നീങ്ങുന്നത്. ഒരുപാട് സ്കില്ലുകൾ ഉണ്ടാവാൻ ഒരു സ്കിൽ. ഓൾസോ ബീങ് റെഡി ടു ചേഞ്ച് ഡിറക്ഷൻ ആൻഡ് അഡാപ്റ്റ് ക്വിക്ലി. അപ്പൊ അതിലൊരുപാട് എന്തുണ്ടാവും? തടസ്സങ്ങൾ ഉണ്ടാവും, പ്രതിബന്ധങ്ങൾ ഉണ്ടാവും. പിവറ്റ് എന്ന് പറഞ്ഞാൽ ഡിറക്ഷൻ ആണ്. അപ്പൊ അതിന്റെ ഡയറക്ഷൻ മാറ്റേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ ലൊക്കേഷൻ മാറ്റേണ്ടി വരും. ബിസിനസ് ആണെങ്കിൽ ലൊക്കേഷൻ മാറ്റേണ്ടി വരും. അഡാപ്റ്റ് ക്വിക്ലി നമ്മൾ എന്ത് ചെയ്യണം? അതിനോട് പൊരുത്തപ്പെടണം. ചിലപ്പോൾ നഷ്ടങ്ങൾ ഉണ്ടാവും. ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ സ്റ്റിക്കിംഗ് ടു യുവർ ഫസ്റ്റ് ഐഡിയ. ഒരു ഐഡിയ എല്ലാം സ്റ്റക്ക് ആയിട്ട് നിൽക്കരുത്.
6 നെഗോഷിയേഷൻ സ്കിൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ് 6 നെഗോഷിയേഷൻ സ്കിൽസ് നമുക്ക് നോക്കാം. എന്താണ് നെഗോഷിയേഷൻ? വില പേശാമെന്ന് പറയും. അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, അത് ഞാൻ എൻ്റെ ഫ്രണ്ടിന് പിന്നെ 100 രൂപക്ക് വിൽക്കുകയാണ്. ഓക്കെ, ഫ്രണ്ടിന് 50 രൂപയാണ് അവൻ ഈടാക്കുക എന്ന് പറയുന്നത്. പക്ഷെ എന്താണ് അവിടെ ഒരു മിഡിൽ സ്റ്റാൻഡ് നമ്മളുണ്ട്, ഒരു 70. ഓക്കെ, രണ്ടാൾക്കും പറ്റുന്ന ആ ഒരു നെഗോഷിയേഷൻ സ്കിൽ. അപ്പോൾ ആ സ്കില്ലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, ക്ലിയർ എക്സ്പ്രഷൻ ആൻഡ് ആക്റ്റീവ് ലിസണിങ്. നമ്മൾ എന്ത് ചെയ്യരുത്, പ്രൊവോക്ക് ചെയ്ത് സംസാരിക്കരുത്, നല്ല രീതിയിൽ സേഫായിട്ട് സംസാരിക്കും. ഇമോഷണൽ ഇന്റലിജൻസ്, അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ അദ്ദേഹം പറയുന്ന ആ ഒരു വിലക്ക് തീരെ തൃപ്തി ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യണം. പിന്നെ അവരുടെ അൺസ്പോക്കൺ സിഗ്നൽസ്, ഓക്കെ, അവര് പറയാതെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കണക്കിലെടുക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോപ്പ ചോദിക്കാം എക്സാമിന് ഇതിന്റെ ഫുൾ ഫോം എന്താണെന്ന്. സോപ്പ എന്ന് പറഞ്ഞാൽ സോൺ ഓഫ് പോസിബിൾ അഗ്രിമെന്റ് ആണ്. രണ്ടാൾക്കും പിന്നെ അഗ്രിമെന്റിൽ എത്താവുന്ന ആ ഒരു മേഖല. ഓക്കെ, ഇപ്പൊ നേരത്തെ പറഞ്ഞ 100 രൂപയുടെ കാര്യം, ഇപ്പൊ 70, 80 ആ റേഞ്ചിൽ. ഓക്കെ, ഒരാൾക്ക് 50, ഒരാൾക്ക് 100 70, 80 ആ റേഞ്ചില്. ആൻഡ് ബാറ്റ്ന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിൽ ചോദിക്കാം. ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ടു എ നെഗോഷിയേറ്റഡ് അഗ്രിമെന്റ്. ഇതിന്റെ ഫുൾ ഫോം ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ടു എ നെഗോഷിയേറ്റഡ് അഗ്രിമെന്റ്. ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് എന്നാൽ another way. Okay, another way എന്നുള്ളതാണ് ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ എന്നൊക്കെ പറയില്ല. വാല്യൂ ക്രിയേഷൻ നാലാമത്തെ നെഗോഷിയേഷൻ സ്കില്ലാണ്. എക്സ്പാൻഡിങ് ദ പൈ റദർ ദാൻ ഫൈറ്റിംഗ് ഓവർ സ്ലൈസസ്. നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റുകൾ എക്സ്പാൻഡ് ചെയ്യും. അതായത് നമ്മൾ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സുകൾ, ഇപ്പൊ ചെറിയൊരു ബ്രെഡ് പീസിന് വേണ്ടി നമ്മൾ കച്ചവടമാണ്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ പലതരത്തിലുള്ള ബ്രെഡ് പീസ്, ചോക്ലേറ്റ്, അതേപോലെ അങ്ങനെ നമ്മൾ കൊളാബറേറ്റ് ചെയ്ത് നിന്നാൽ നമുക്ക് നല്ല പിന്നെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് എക്സ്പാൻഡിങ് ദ സ്പേസ് റദർ ദാൻ ഫൈറ്റിംഗ് ഫോർ ലിമിറ്റഡ് സ്പേസ്. ഓക്കെ, അങ്ങനെ നമുക്ക് പറയാം. ഇപ്പൊ ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസിൽ നിൽക്കുന്നതിന് പകരം നമുക്ക് ഇനിയും കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് സ്പേസുകൾ ഉണ്ടാക്കാവുന്ന സ്ട്രാറ്റജി. അഞ്ചാമതാണ് സ്ട്രാറ്റജി. ഡിഫൈനിങ് റോൾസ്, അണ്ടർസ്റ്റാൻഡിങ് വാല്യൂ. ഓക്കെ, നമ്മുടെ റോൾ നമ്മൾ മനസ്സിലാക്കാം, മറ്റുള്ള റോള് നമ്മൾ അസൈൻ ചെയ്യാം. മീൻസ് അവർ കൂടി ഓക്കെ ആണെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് വാല്യൂ, അതുപോലെ തന്നെ സീയിങ് ദ കൗണ്ടർ പാർട്സ് പെർസ്പെക്റ്റീവ്. അപ്പൊ നമ്മുടെ റോള് നമ്മൾ അസൈൻ ചെയ്യാം. മീൻസ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പറ്റുന്ന ചില റോളുകൾ ഉണ്ടാവും. എല്ലാ റോളുകളിലും നമുക്ക് ശോഭിക്കാൻ കഴിഞ്ഞോണമെന്നില്ല. ആ റോളുകൾ നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. ഓക്കെ, അതിന് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ പഠിക്കുക, ലേണിംഗ് ഫ്രം പാസ്റ്റ് നെഗോഷിയേഷൻസ്. അതായത് നമ്മൾ പിന്നെ എക്സ്പീരിയൻസ്ഡ് ആവും നെഗോഷിയേഷൻസിലും ബിസിനസ് സ്കില്ല്. ഓക്കെ, നമ്മൾ റിഫ്ലക്ട് ചെയ്യുക മീൻസ് നമ്മളൊന്ന് സ്വയം പിന്നെ എന്ത് ചെയ്യുക, ഇൻട്രോസ്പെക്ട് ചെയ്യുക, സ്വയം ചിന്തിക്കുക എന്നുള്ളത്. ഓക്കെ, നമ്മുടെ സ്കില്ലുകളെ പറ്റി വയ്ക്കുക. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. എന്താണ് സോപ്പ എന്ന് ചോദിച്ചിട്ടുണ്ട്. സോപ്പ എന്ന് പറഞ്ഞാൽ റേഞ്ച് വേർ ദ ടേംസ് യു ആർ വില്ലിംഗ് ടു അക്സെപ്റ്റ് ഓവർലാപ്പ് ദി അതർ പാർട്ടീസ് അക്സെപ്റ്റബിൾ ടേംസ്. നമുക്കും നഷ്ടം വരരുത്, അതർ പാർട്ടിക്കും നഷ്ടം വരരുത്. അതിന്റെ ഒരു മിഡിൽ സ്റ്റാൻഡാണ്, മിഡിൽ ഏരിയ ആണ് എന്ത് സോൺ ഓഫ് പ്രോക്സിമൽ അഗ്രിമെന്റ് എന്നുള്ളത്. ബാറ്റ്ന എന്താണെന്നാണ് ചോദിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബാറ്റ്ന എന്ന് പറഞ്ഞാൽ ഒരു ബാക്കപ്പ് പ്ലാൻ ആണ്, ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ആണ്. നെഗോഷിയേഷൻ ഫെയിൽ ആവുകയാണെങ്കിൽ പിന്നെ അവർ എന്ത് ചെയ്യരുത്, എംപ്റ്റി ഹാൻഡഡ് ആയിട്ട് പോകരുത്. അവർക്ക് ഒരു കോൺഫിഡൻസ് വേണം ടു വാക്ക് അവേ ഫ്രം ബാഡ് ഡീൽസ് ബിക്കോസ് ദേ ഓൾറെഡി നോ ദെയർ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്. സോ 3-4 ക്വസ്റ്റ്യൻ.
സോ തേർഡ് ആൻഡ് ഫോർത്ത് ക്വസ്റ്റ്യൻ അത് പെട്ടെന്ന് ബാക്ക് അടിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ ടെക്സ്റ്റ് ബുക്ക് നോക്കി വായിച്ചു തരാം. നിങ്ങൾ ജസ്റ്റ് ബാക്ക് അടിച്ചിട്ട് എന്ത് ചെയ്യാം, പോസ് ചെയ്തിട്ട് കാണാം. Now, according to the text, why is communication considered essential negotiation skill? Communication important ആണ്, negotiation skill communication എന്ന് പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നേരത്തെ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞു, അത് തന്നെ എഴുതാം. നാലാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ റോൾ ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് ഇൻ നെഗോഷിയേഷൻ? നമ്മൾ എന്ത് ചെയ്യാം, എന്താണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷനെ കൺട്രോൾ ചെയ്ത് നിർത്തുക എന്നുള്ളത്, അതിനുള്ള എബിലിറ്റിയാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താണ് വാല്യൂ ക്രിയേഷൻ, അതുപോലെ തന്നെ സ്ലൈസിംഗ് ദ പൈ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ വാല്യൂ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ലിമിറ്റഡ് റിസോഴ്സസിന് വേണ്ടി മറ്റുള്ള ആളുകളോട് കച്ചറ ഉണ്ടാക്കുന്നതിന് പകരം, കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നതിന് പകരം കൊളാബ് ചെയ്തുകൊണ്ട്, കൂട്ടം കൂടിക്കൊണ്ട്, സ്കില്ലുകൾ ഡിവൈഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, വേറെ എക്സ്പാൻഡഡ് സ്പേസ് അല്ലെങ്കിൽ വലിയൊരു സ്പേസ് നമ്മളെ, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് റിസോഴ്സസ് നമ്മൾ കണ്ടെത്തുക എന്നുള്ളത്. അതിലൂടെ നമ്മുടെയും അവരുടെയും സ്കില്ലുകളും അതേപോലെ തന്നെ എക്കണോമിക് ബെനിഫിറ്റ്സും ഇതൊക്കെ കൂടുമെന്നുള്ളതാണ് പറഞ്ഞത്. ഇതാണ് സ്ലൈസിങ് ദ പൈ. സ്ലൈസ് എന്ന കഷ്ണം, ഓക്കെ, ആ ഒരു കഷ്ണത്തിന് വേണ്ടി വരുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യാം, വലിയൊരു സ്പേസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ടീം വർക്ക് മേക്ക് എ ഡ്രീം വർക്ക്. ഷോർട്ട് ഫിലിമാണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നു. സോ കൂടുതൽ പറയുന്നില്ല. ഒരു മീർക്കറ്റ് അല്ലെ, ഒരു മീർക്കറ്റ് അല്ല, കുറെ മീർക്കറ്റുകളുണ്ട്. മീർക്കറ്റുകൾ എന്ത് ചെയ്യുന്നു, ഒരു ഫ്രൂട്ട് കാണും ഒരു ദിവസം, ആ ഫ്രൂട്ട് ഒരിക്കലും അവർക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്നില്ല. ഓക്കെ, അപ്പൊ അവിടെ ആര് വരുന്നു, അവിടെ ഒരു വൾച്ചർ വന്നുകൊണ്ട് അവര് കാത്തുവെച്ച ആ ഒരു ഫ്രൂട്ട് എന്ത് ചെയ്യുന്നു, കൊത്തി കൊണ്ടുപോവാണ് ആ ഒരു വൾച്ചർ. അപ്പൊ ഇതിങ്ങനെ വളരെ സങ്കടത്തോടു കൂടി എല്ലാ മീർക്കറ്റുകളും പിന്നെ കണ്ടു നിന്നു. ആ പഴുത്ത ആ ഒരു പഴം എന്നും അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ഹൈറ്റ്, ഫിസിക്കൽ ആ ഒരു ലിമിറ്റേഷൻ അവർക്ക് ഓവർകം ചെയ്യാൻ കഴിയില്ല. പിന്നീട് അവർ ഈ ഫിസിക്കൽ ലിമിറ്റേഷനും ഇതൊക്കെ എന്ത് ചെയ്യാണ്, ഓവർകം ചെയ്യാൻ പഠിക്കുകയാണ്. ഇങ്ങനെ വെച്ചാല് ഇവരെന്ത് ചെയ്തു, ആ വൾച്ചർ എങ്ങോട്ടാണോ പറക്കുന്നത് അങ്ങോട്ട് പോയിട്ട് റൺ ചെയ്തുകൊണ്ട് കൂട്ടമായിട്ട് ഓടിക്കൊണ്ട് അവര് ഒരു റീസണബിൾ ആയിട്ടുള്ള ഹൈറ്റിലേക്ക് എത്തിയപ്പോൾ അവരെന്ത് ചെയ്യുന്നു, ആ വൾച്ചറിന്റെ കൊക്കിൽ നിന്നും എന്ത് ചെയ്യുന്നു, അതിന്റെ മുകളിൽ കയറിക്കൊണ്ട് അത് അടിയിൽ വീഴുന്നു. അങ്ങനെ അതിലൊരു മീർക്കറ്റ് എടുക്കുന്നു. അങ്ങനെ അവരുടെ ഒരു കമ്പൈൻഡ് എഫേർട്ട് പോലും ഒരു മീർക്കറ്റ് എടുക്കുന്നു. ആ ഒരു മീർക്കറ്റ് പക്ഷെ പിന്നെ ആ ഒരു സമയത്ത് സെൽഫിഷ് ആയിട്ട് ഒറ്റക്ക് കഴിക്കാൻ വേണ്ടി പോവാണ്, ഒറ്റക്ക് കഴിക്കാൻ വേണ്ടി. പക്ഷെ അതിലൊരു തൃപ്തി കിട്ടുന്നില്ല. ഓക്കെ, ഒരു തൃപ്തി കിട്ടുന്നില്ല ഒറ്റക്ക് കഴിക്കുന്നില്ല. കമ്പൈൻഡ് എഫേർട്ടിൽ തന്നെയാണ്, ഗ്രൂപ്പായിട്ട്. നമ്മളിപ്പോൾ ഹോട്ടലിൽ നിന്ന് ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതും നമ്മള് വീട്ടിൽ കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കുന്നതും അല്ലെങ്കിൽ വീട്ടിൽ കുക്ക് ചെയ്യുന്ന ഭക്ഷണം കഴിക്കുന്നതും വ്യത്യാസമുണ്ട്. അപ്പൊ ഇൻഡിവിജ്വൽ എഫേർട്ടിനേക്കാൾ ടീം എഫേർട്ടാണ് നമുക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരും. ഓക്കെ, അപ്പൊ അത് എന്താണ്, പിന്നെ അത് ഇതിലൊരു ഗുണമാണ്. ഓക്കെ, വാട്ട് ഈസ് സെൻട്രൽ കോൺസെപ്റ്റ് ഓഫ് ഷോർട്ട് ഫിലിം? ഓക്കെ, എന്താണ്, വർക്കിംഗ് ടുഗദർ ഹെൽപ്സ് അച്ചീവ് ഗോൾസ്. നമ്മൾ ഒരുമിച്ച് പിടിച്ചാൽ മലയും പോലും, അല്ലെ, യൂണിറ്റി ഈസ് സ്ട്രെങ്ത് എന്നുള്ളതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഇംപ്ലൈഡ് ഔട്ട്കം ഓഫ് സക്സസ് അച്ചീവ് ത്രൂ കൊളാബറേഷൻ? അപ്പൊ അവര് കൊളാബറേഷൻ എന്താണ് നേടിയത്? ദേ പുൾ ഡൗൺ ദ വൾച്ചറിനെ അവർ താഴെ ഇറക്കി and get back the fruit കിട്ടാൻ വേണ്ടി. ഫൈനലി സ്മാഷ് ആൻഡ് ഷെയർ ദ ഫ്രൂട്ട് ഈക്വലി. അവസാനത്തിൽ എന്താണ്, അവരെന്ത് ചെയ്യുന്നു, ഈ ഫ്രൂട്ട് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. Third question, what is the primary emotion or feeling the video aims to inspire in the viewer regarding the benefits of working together? അപ്പൊ എന്താണ് ഇതിലെ പ്രൈമറി ഇമോഷൻ എന്ന് പറഞ്ഞാൽ, ഇതിൽ ഹോപ്പ് ആൻഡ് ഹാപ്പിനെസ് ആണ്. ഓക്കെ, ഓപ്പറേഷനിൽ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ സഹകരണ മനോഭാവം ഉണ്ടെങ്കിൽ കൂടുതൽ ഹാപ്പിനെസ് കിട്ടുമെന്ന്. ഇറ്റ് ഷോസ് ടീം വർക്ക് ഈസ് ഫെയർ ആൻഡ് റിവാർഡിംഗ് ഫോർ എവറി വൺ. അല്ലെ, എന്താണ് ടീം വർക്ക് എന്ന് പറയുന്നത്? എല്ലാവർക്കും റിവാർഡ് കിട്ടുന്ന, അല്ലെ, എല്ലാവർക്കും ഹാപ്പിനെസ് കിട്ടുന്ന. ശരിക്കും എനർജിയും സിനർജിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. എനർജി പറഞ്ഞാൽ ഊർജ്ജമാണ്, സിനർജി എന്ന് പറഞ്ഞാൽ കൂട്ടമായിട്ട് കിട്ടുന്നു. അപ്പൊ അതിലാണ് റാഹത്ത് എന്നുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ പോസ് ചെയ്ത് നോക്കാം.
ചാപ്റ്റർ 14 ആണ്. ഇനി 7 പ്രോബ്ലം സോൾവിങ് സ്കിൽസ്. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ, ഒരു സ്ലൈഡ് നിങ്ങളത് പോസ് ചെയ്ത് നോക്കുക. ഈസി ക്വസ്റ്റ്യൻസ് ആണ്. 7 പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഓഫ് എ സക്സസ്ഫുൾ മാനേജർ. ഓക്കെ, ഒരു സക്സസ്ഫുൾ മാനേജറിന്റെ ക്വാളിറ്റീസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഹോണസ്റ്റ് ആണോ, റിലയബിൾ ആണോ, അറിയുന്ന ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഇതിന് ചാപ്റ്റർ 14 പറയുന്നത് 7 പ്രോബ്ലം സോൾവിങ് സ്കിൽസ്. പ്രോബ്ലംസ് എന്തായാലും സ്വാഭാവികമാണ്. ഒരു കമ്പനി ആകുമ്പോൾ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആകുമ്പോൾ, ഒരു ഫേം ആകുമ്പോൾ എന്തായാലും എന്തുണ്ടാവും, പ്രോബ്ലംസ് ഉണ്ടാവും. പക്ഷെ അതിനെ സോൾവ് ചെയ്യുന്ന രീതികൾ, ഓക്കെ, അതിനെയാണ് 7 പ്രോബ്ലം സോൾവിങ് സ്കിൽ. എക്സാമ്പിൾ ചോദിക്കാം. 1 അനാലിസിസ് ആണ്, 2 കമ്മ്യൂണിക്കേഷൻ ആണ്, 3 ഇമോഷണൽ ഇന്റലിജൻസ്, 4 റെസീലിയൻസ്, 5 ക്രിയേറ്റിവിറ്റി, 6 അഡാപ്റ്റിവിറ്റി, 7 ടീം വർക്ക്. എന്താണെന്ന് നമുക്ക് ഓരോന്ന് നോക്കാം ബ്രീഫായിട്ട്. അനാലിസിസ് എന്ന് പറഞ്ഞാൽ അസസിങ് ദ സിറ്റുവേഷൻസ് ആൻഡ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഇൻഎഫക്റ്റീവ് ആൻഡ് എഫക്റ്റീവ് സൊല്യൂഷൻ. നമ്മൾ എന്ത് ചെയ്യാം, പിന്നെ അനലൈസ് ചെയ്യുമ്പോൾ അസസിങ് ദ സിറ്റുവേഷൻ ഒന്ന് അനലൈസ് ചെയ്യാം, അല്ലെ, സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ എഫക്റ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടെത്തുന്നത്. അപ്പോൾ അനാലിസിസിൽ നമുക്ക് പെടുത്താവുന്ന കാര്യം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനി പിന്നെ ഫിനാൻഷ്യലി തകർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ അതിന് നമ്മൾ ആസ് എ മാനേജർ ഞാനൊരു സൊല്യൂഷൻ പുറപ്പെടുവിക്കാം. അപ്പൊ അത് ഒരിക്കലും അൾട്ടിമേറ്റ് ആവരുത്. അത് നമ്മളെക്കാൾ ചിലപ്പോൾ ഐഡിയാസ് ആ ഒരു സമയത്ത് മറ്റുള്ള ടീം മെമ്പേഴ്സിനൊക്കെ ഉണ്ടാവും, ഓക്കെ, കമ്പനിയിൽ ജോലി ചെയ്യുന്ന. അപ്പൊ അവരോട് മൊത്ത് അനലൈസ് ചെയ്യാം. ഓക്കെ, ഒരാളുടെ ഒപ്പീനിയൻ മാത്രം എടുക്കാതെ, അല്ലെങ്കിൽ ഒരു ടീം മെമ്പറുടെ ഒപ്പീനിയൻ മാത്രം എടുക്കാതെ പലരുടെയും ഒപ്പീനിയൻ, ഒരു മാസ് ഒപ്പീനിയൻ എടുത്തിട്ട് അതിൽ ഏറ്റവും സൂട്ടബിൾ ആണോ, ബെസ്റ്റ് ഏതാണോ അത് തിരഞ്ഞെടുക്കും. രണ്ടാമത് കമ്മ്യൂണിക്കേഷൻ ആണ്. ആക്റ്റീവ് ലിസണിങ്, ഈവൻ ടോൺ ഓർ വോയിസ്. ഈവൻ ടോൺ പറഞ്ഞാൽ നമ്മൾ ഓൺ ടോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഉച്ചത്തിൽ സംസാരിക്കാനല്ല, അതായത് ഒരു മൈൽഡ് ആയിട്ട്, ഓക്കെ, ഒരു ബോസി ആയിട്ടുള്ള ടോൺ വിട്ടുകൊണ്ട്, ഓക്കെ, സപ്പോർട്ടിങ് വെർബൽ വിത്ത് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. പിന്നെ എന്താണ്, റിട്ടേൺ കമ്മ്യൂണിക്കേഷനും വെർബൽ കമ്മ്യൂണിക്കേഷനും ഒക്കെ ഉപയോഗിക്കണം. ഓക്കെ, ചിലപ്പോൾ നമ്മൾ ചൂടാവുന്ന സാഹചര്യമാണെങ്കിൽ, നേരിട്ട് കണ്ടിട്ട് എംപ്ലോയീസിനോട് ചൂടാവുന്ന സാഹചര്യമാണെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് നല്ലത് എന്താണ്, റിട്ടേൺ കമ്മ്യൂണിക്കേഷനാണ്. അവരോട് എഴുത്തിലൂടെ പിന്നെ അവരുടെ പ്രോബ്ലംസ് സൂചിപ്പിക്കുക എന്നുള്ളതാണ്. മറ്റേ നമ്മൾ ഫേസ് ടു ഫേസ് ആകുമ്പോൾ ചിലപ്പോൾ എന്താ ചെയ്യും, അത് പ്രൊവോക്കേഷന് സാധ്യതയുണ്ട്. സോ ചില സമയങ്ങളിൽ ഫേസ് ടു ഫേസ്, ചില സമയങ്ങളിൽ എന്താണ്, റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ. തേർഡ് ഇമോഷണൽ ഇന്റലിജൻസ് ആണ്. ഓക്കെ, നമ്മളെ നേരത്തെ പറഞ്ഞു, മാനേജിങ് അവർ ഇമോഷൻ ടു സോൾവ് പ്രോബ്ലംസ് കാംലി ആൻഡ് സിസ്റ്റമാറ്റിക്കലി. ഓക്കെ, റെക്കഗ്നൈസിങ് ആൻഡ് മാനേജിങ് ഇമോഷൻസ് ടു സോൾവ് പ്രോബ്ലംസ് കാംലി ആൻഡ് സിസ്റ്റമാറ്റിക്കലി. വളരെ കാമായിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ഇമോഷനെ പിടിച്ചു. റെസീലിയൻസ് പറഞ്ഞാൽ പിന്നെ ശരിക്കും എന്തെങ്കിലും ഒരു പിന്നെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെ കോപ്പ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ്, പിടിച്ചു നിൽക്കുക എന്നാണ്. ഇതാണ് റെസീലിയൻസ് എന്നുള്ളത്. കോപ്പിംഗ് ആൻഡ് ബൗൺസിങ് ബാക്ക് ക്വിക്ലി ഫ്രം ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. ഇപ്പൊ കൊറോണന്റെ ഫീൽഡിലൊക്കെ ബിസിനസ് ആണെങ്കിൽ, അല്ലെ, ഏതൊരു ഫീൽഡ് ആണെങ്കിലും അത് ബ്രോക്കൺ ആയിരുന്നു. സോ ആ ഒരു സമയത്ത് പല കമ്പനികളും പിടിച്ചു നിന്നു, കോപ്പ് ചെയ്തു. ഇന്റർപ്രറ്റിംഗ് പീപ്പിൾ ആൻഡ് സിറ്റുവേഷൻസ് ആക്യുറേറ്റ്ലി. പിന്നെ ക്രിയേറ്റിവിറ്റി ആണ്. നമ്മളെപ്പോഴും ഒരു സാഹചര്യം നിന്നുകൊണ്ട് തിങ്ക് ചെയ്യുന്നത്. ക്രിയേറ്റിവിറ്റി ആണ് പുതിയ നൂതന സാഹചര്യങ്ങൾ നേടുക. അപ്രോച്ചിങ് പ്രോബ്ലംസ് ഫ്രം ഡിഫറെന്റ് ആംഗിൾസ്, സ്പീക്കിംഗ് ക്രിയേറ്റീവ്ലി ഇൻ അതേഴ്സ്. അഡാപ്റ്റബിലിറ്റി പറഞ്ഞാൽ നമ്മളിപ്പം അഡാപ്റ്റബിൾ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, താതാത്മ്യപ്പെടാൻ എന്ന് പറയും. അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പൊ നമ്മൾ ആദ്യമൊക്കെ പോസ്റ്റേഴ്സ് ഇതൊക്കെ ആയിരുന്നു ഒരു ബിസിനസിന്റെ അഡ്വർടൈസ്മെന്റ്. ഇപ്പൊ സാഹചര്യത്തിൽ റീൽസ് കാര്യങ്ങളൊക്കെ. സോ ആളുകൾ എൻഗേജ്ഡ് ആവുന്നത് ഏതിലാണോ അതിലൂടെ, ആ ഒരു മാധ്യമത്തിലൂടെ എന്ത് ചെയ്യാം, ഓക്കെ, മെസ്സേജുകൾ കിട്ടുക. കപ്പാസിറ്റി ടു അഡ്ജസ്റ്റ് ടു ചേഞ്ച് ആൻഡ് സൊല്യൂഷൻ ഫെയിൽസ്, റീവിസിറ്റിംഗ് ദ കൺസേൺസ് വിതൗട്ട് ഫ്രസ്ട്രേഷൻ. 7th ടീം വർക്ക് ആണ്. പറയേണ്ട ആവശ്യമില്ല, കൊളാബറേറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളത്. സോ നെക്സ്റ്റ് ചാപ്റ്റർ ഇത് പോസ് ചെയ്തിട്ട് നമ്മൾ കാണാം. വാട്ട് ടു പ്രൈമറി തിങ്സ് ഡു മാനേജേഴ്സ് ഓവർസീ ഇൻ എ കമ്പനി. എന്താണ് ഒന്ന്, അതായത് ഒരു മാനേജർ പിന്നെ ഒരു കമ്പനിയിൽ കാണുന്ന 2 കാര്യങ്ങൾ നോക്കി കാണുന്ന സൂപ്പർവൈസർ. ഒന്ന് എന്താണ്,
ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഓഫ് പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ്. ചിലപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങൾ, അതിന്റെ പ്രോഗ്രസ്, അതിൽ ആരൊക്കെ വീഴ്ച വരുത്തുന്നുണ്ട്, അതൊക്കെ നോക്കിക്കാണും. ആൻഡ് സംടൈംസ് ഹോൾ കമ്പനി, ചിലപ്പോൾ മൊത്തമായിട്ട് ഉള്ള അനാലിസിസ്. ഇനി രണ്ടാമത്തത്, അക്കോർഡിംഗ് ടു പാസേജ്, വാട്ട് ഈസ് പ്രോബ്ലം സോൾവിംഗ് ഡിഫൈൻഡ് ആസ് ഇൻ ഇറ്റ്സ് ഡുവൽ നേച്ചർ. പ്രോബ്ലം സോൾവിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് ഡുവൽ നേച്ചർ ഉണ്ട്, രണ്ട് വശങ്ങളുണ്ട്. ഒന്ന് എബിലിറ്റി ആൻഡ് പ്രോസസ്. എബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പല എൻവയോൺമെന്റ്സിലും പല സാഹചര്യങ്ങളിലും പിന്നെ അതെന്ത് ചെയ്യാം, ഇഷ്യൂസ് റിസോൾവ് ചെയ്യാം, പരിഹരിക്കാം. എബിലിറ്റി അതായത് കഴിവ്. ഒന്ന് എബിലിറ്റി ആണ്, അതിന്റെ പരിഹരിക്കാനുള്ള ഒരു കഴിവ്. ആസ് എ പ്രോസസ് ഇറ്റ് ഇൻവോൾവ് സീരീസ് ഓഫ് സ്റ്റെപ്സ് ടു ഫൈൻഡ് സൊല്യൂഷൻ. അപ്പൊ ആദ്യം മനസ്സിലാക്കുക, അതായത് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള എബിലിറ്റി. പിന്നെ എന്താണ്? ആക്ഷൻ എടുക്കുക എന്നുള്ളത്. അണ്ടർസ്റ്റാൻഡ് ആൻഡ് ടേക്ക് ആക്ഷൻ, ടേക്ക് സൊല്യൂഷൻസ്. മൂന്നാമത്തത്, നെയിം വൺ നോൺ വർക്ക് എൻവയോൺമെന്റ് ഓഫ് സ്കൂൾ, അബ്രോഡ് ഓർ സോഷ്യൽ വേൾഡ് പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി ക്യാൻ എയ്ഡ് ഇൻ റിസോൾവിംഗ് ഇഷ്യൂസ്. നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ആണ്, കോമൺ ആണ്. അവിടെ പ്രശ്നം ഉണ്ടെങ്കിൽ നോൺ വർക്ക് എൻവയോൺമെന്റ് ആണ്. ഇസ് വേർ പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി ഹെൽപ്സ് റിസോൾവ് ഇഷ്യൂസ്. എല്ലാവർക്കും നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇനി വാട്ട് ടു പ്രൈമറി തിങ്സ് ടു മാനേജേഴ്സ് നമ്മൾ കണ്ടു, നേരത്തെ പറഞ്ഞത് തന്നെയാണ്. വർക്ക് പ്ലേസിൽ നാലാമത്തെ ക്വസ്റ്റ്യന്, വർക്ക് പ്ലേസിൽ പ്രോബ്ലം സോൾവിംഗ് സ്കിൽ ഉണ്ടെങ്കിൽ രണ്ട് മെച്ചങ്ങളാണ്. ഒന്ന്, നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ടാവും, നല്ല പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, കോപ്പറേഷൻ ഉണ്ടാവും. നമുക്ക് എന്തെങ്കിലും സാഹചര്യങ്ങൾ, മോശമായിട്ടുള്ള സാഹചര്യങ്ങൾ, എക്കണോമിക്കലി ബാക്ക്വേർഡ്, നമുക്ക് സഹായിക്കാൻ ആളുകളുണ്ടാവും. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അല്ലെ, മറ്റുള്ളവരുടെ അല്ലെങ്കിൽ കമ്പനിയുടെ തന്നെ എന്തെങ്കിലും സാഹചര്യം മോശമായാലും അപ്പൊ അവിടെ നമ്മുടെ ഒരു ഐഡിയ ഉണ്ടാക്കി അതിനെ സഹായിച്ചാലും ആ ഒരു നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവും. ഫിഫ്ത് ക്വസ്റ്റ്യൻ, സപ്പോർട്ടിംഗ് സ്കിൽ ഇൻവോൾവ്സ് യൂസിങ് അനാലിസിസ്. അപ്പോൾ വിച്ച് സപ്പോർട്ടിംഗ് സ്കിൽസ് ഇൻവോൾവ്സ് യൂസിങ് അനലിറ്റിക്കൽ സ്കിൽസ്? അപ്പോൾ നമുക്ക് എന്ത് തരം സപ്പോർട്ടിംഗ് സ്കില്ലാണ് അത്യാവശ്യമുള്ളത്? ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഇൻഎഫക്റ്റീവ് ആൻഡ് എഫക്റ്റീവ് സൊല്യൂഷൻസ്. അപ്പോൾ നമ്മുടെ ഇടയിൽ ചിലപ്പോൾ നല്ല രീതിയിലുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസ്, ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസ്, ഇങ്ങനത്തെ ഐഡിയാസ് ഒക്കെ വരും. അപ്പോൾ അവിടെ നമ്മൾ എന്ത് സ്കില്ലാണ് യൂസ് ചെയ്യേണ്ടത്? അവിടെ നമ്മൾ അനാലിസിസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അനാലിസിസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പിന്നെ നമ്മുടെ സിമിലർ ആയിട്ടുള്ള ഒരു കമ്പനി ഉണ്ടാവും, വേറെ ഏതെങ്കിലും. സോ അവര് അവലംബിച്ചുള്ള രീതി ഏതൊക്കെ സക്സസ്ഫുൾ ആയിട്ടുണ്ടോ? അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു സ്ഥാപനം, രണ്ട് കോളേജുകൾ. അപ്പൊ ഒരു കോളേജിൽ അവലംബിച്ചുള്ള ഐ ടി സപ്പോർട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, മറ്റുള്ള കോളേജിൽ ഐ ടി സപ്പോർട്ടഡ് ആയിട്ടുള്ള കാര്യം. സോ അവർ തമ്മിലുള്ള ഒരു കമ്പാരിസൺ, അതിലെന്തെങ്കിലും മെച്ചങ്ങളുണ്ടോ, സ്റ്റുഡൻസിന് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ, അവരുടെ ജോലിയെ സഹായിച്ചിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അനാലിസിസ് ചെയ്യാം. Sixth, what communication skill besides speaking with even tone and volume is listed as helping to enhance communication at work? അപ്പം സ്പീക്കിങ്ങിന് പുറമെ എന്ത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്? ആക്റ്റീവ് ലിസണിങ് അല്ലെ, ചെക്ക്. പിന്നെന്താണ്, സ്പീക്കിംഗ് മാത്രമല്ല ആക്റ്റീവ് ലിസണിങ് നല്ലൊരു പിന്നെ സ്കില്ലാണ് മനസ്സിലാക്കുന്നത്. മറ്റുള്ളവരെ കേൾക്കാൻ ആളുകൾ ഉണ്ടാവാം. സപ്പോർട്ടിംഗ് വെർബൽ കമ്മ്യൂണിക്കേഷൻ വിത്ത് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഇസ് ഓൾസോ മെൻഷൻ. അങ്ങനെ വരാം. വെർബൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ പിന്നെന്താണ്, നമ്മുടെ ഈ വാക്കുകൾ കൊണ്ടുള്ള റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇമെയിൽ, ലെറ്റേഴ്സ്. ഇനി നെക്സ്റ്റ്, വിച്ച് സ്കിൽ ഈസ് ഡിഫൈൻഡ് ആസ് ഇറ്റ്സ് കപ്പാസിറ്റി ടു അഡ്ജസ്റ്റ് ടു ചേഞ്ച് പർട്ടിക്കുലർ വെൻ എ സൊല്യൂഷൻ ടു എൻ ഇഷ്യൂ ഡസൻറ്റ് വർക്ക്. ഒരു സൊല്യൂഷൻ ഏത് സ്കില്ലാണ് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത്? ചിലപ്പോൾ പർട്ടിക്കുലർ സൊല്യൂഷൻ ടു എൻ ഇഷ്യൂ ഡസൻറ്റ് വർക്ക്. ഒരു സൊല്യൂഷന് നമ്മൾ പ്രപ്പോസ് ചെയ്ത ഒരു സൊല്യൂഷൻ വർക്ക് ആയിട്ടില്ല, അവിടെ അഡാപ്റ്റബിലിറ്റി ആണ് വേണ്ടത്. കപ്പാസിറ്റി ടു അഡ്ജസ്റ്റ് ടു ചേഞ്ച്, എസ്പെഷ്യലി വെൻ എ സൊല്യൂഷൻ ഡസൻറ്റ് വർക്ക്. People which
ട്രേറ്റ് യൂഷ്വലി സോൾവ് പ്രോബ്ലംസ് കാംലി ആൻഡ് സിസ്റ്റമാറ്റിക്കലി. അതായത് ഏത് തരത്തിലുള്ള ആളുകളാണ് വളരെ കാമായിട്ട് പീസ്ഫുൾ ആയിട്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നത്. അത് ഇമോഷണൽ ഇന്റലിജൻസ് കൂടുതലുള്ള ആളുകൾ, ഓക്കെ, നമ്മുടെ ഇമോഷൻസിനെ കൂടുതൽ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ആളുകൾ. സോ ഗ്രൂപ്പ് ഡൈനാമിക്സിന്റെ എന്താണ് ഗ്രൂപ്പ് ഡൈനാമിക്സ് അടുത്ത ചാപ്റ്റർ ആണ്. നിങ്ങൾ അതിന്റെ മുന്നത്തുള്ള സ്ലൈഡുകൾ പോസ് ചെയ്ത് കാണാം. കാരണം അത് ഇവിടെ പ്രശ്നമായി പോയതാണ്. അപ്പൊ എന്താണ് ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ചോദിക്കും, എക്സാമിന് നിർബന്ധമായിട്ട് ചോദിക്കും. ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിഹേവിയേഴ്സ് എങ്ങനെയാണോ നമ്മുടെ ഒരു ഗ്രൂപ്പിനെ ബാധിക്കുന്നത്, ഒരു ഗ്രൂപ്പിന്റെ ഇടയിൽ എങ്ങനെയാണോ നമ്മുടെ ബിഹേവിയേഴ്സ്, ഓക്കെ, ഒരു ഗ്രൂപ്പിൽ ഇപ്പൊ ഞാൻ മെമ്പർ ആണെങ്കിൽ എൻ്റെ ബിഹേവിയേഴ്സ് എങ്ങനെയാണോ മറ്റ് ഗ്രൂപ്പ് അംഗങ്ങളെ ബാധിക്കുന്നത്. അപ്പൊ അതിപ്പോ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആവാം. സോ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഡൈനാമിക്സ്, ഒരു മീറ്റിംഗ് നടക്കുകയാണ്, ആ മീറ്റിംഗിന്റെ ഇടയിൽ പിന്നെ ഒരാൾ തന്നെ സംസാരിക്കും. അതായത് ഇപ്പൊ അതിൽ സീനിയേഴ്സ് ഉണ്ട്, ജൂനിയേഴ്സ് ഉണ്ട്, ഓക്കെ, ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ. അപ്പൊ അതില് നമ്മള് ചിലപ്പോൾ നമ്മൾ നല്ല എബിലിറ്റി ഉള്ള ആളുകളായിരിക്കും, നല്ല കഴിവുള്ള ആളുകളായിരിക്കും, പക്ഷെ നമ്മൾ സൈലന്റ് ആയിട്ടിരിക്കുന്നു. ചിലപ്പോൾ മറ്റുള്ള ആളുകൾ എന്ത് വിചാരിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ നമ്മളെ സപ്രസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ വിചാരിച്ചോളൂ. സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഗ്രൂപ്പിനെ ബാധിക്കുന്നത്, ഇതൊക്കെ നമ്മുടെ ബിഹേവിയേഴ്സ്, നമ്മുടെ മാനേഴ്സ് എങ്ങനെയാണ് നമ്മുടെ ഗ്രൂപ്പിന് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത്. ഓക്കെ, അതാണ് ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, group dynamics is the study of how individuals interact, behave and influence each other within a group. ഇത് കേർട്ട് ലെവിൻ എന്ന് പറയുന്ന ആളാണ് ഇത് കോയിൻ ചെയ്തത്. അതായത് അതിലെ ഈച്ച് മെമ്പേഴ്സിന്റെ ആ ഒരു ഇന്ററാക്ഷൻ. ചില ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഉണ്ടാവും, ചില ബിസിനസ് ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെങ്കിൽ പിന്നെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റുകൾ, ഇവരൊക്കെ പിന്നെ കോർപ്പറേഷൻ ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യും, നല്ല രീതിയിൽ അല്ലെ. അതുപോലെ ഹ്യൂമാനിറ്റീസ് ഡിപ്പാർട്ട്മെന്റ്, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ്, ഏത് ഡിപ്പാർട്ട്മെന്റ് എടുത്താലും, കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അവര് ഗ്രൂപ്പ് ഡൈനാമിക്സ് ഉഷാറാണെന്ന് പറഞ്ഞാൽ അവരുടെ ഗ്രൂപ്പിലെ ഓരോ ആളുകളും അടിപൊളിയാണ്, അല്ലെങ്കിൽ എല്ലാവരും കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഗ്രൂപ്പ് ഡൈനാമിക്സ് മോശമാണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരാൾ ചെയ്തത് തന്നെ ഒരാളുടെ പ്രവൃത്തി മൂലം എന്ത് ചെയ്യാം, അതിനെ ബാഡായിട്ട് ബാധിക്കാം, ആ ഒരു ഡിപ്പാർട്ട്മെന്റ് മൊത്തം ബാധിക്കാം, ആ ഒരു ഗ്രൂപ്പിനെ മൊത്തം ബാധിക്കാം. The term was coined by social psychologist Kurt Lewin. പിന്നെ ഇതില് കോസസ് ഫോർ പൂർ ഗ്രൂപ്പ് ഡൈനാമിക്സ് പറയുന്നുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് വീക്ക് ലീഡർഷിപ്പ്. നമുക്കറിയാം വീക്ക് ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു വീക്ക് ലീഡർ ആണെങ്കിൽ, ഇപ്പോ നമ്മുടെ ലീഡർ ഒരു വീക്കായിട്ടുള്ള ആളാണെങ്കിൽ അദ്ദേഹത്തെ ഓവർടേക്ക് ചെയ്യാൻ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഡോമിനന്റ് മെമ്പർ ചിലപ്പോൾ ശ്രമിക്കാം. ഓക്കെ, ഒരു ഡോമിനന്റ് മെമ്പർ അദ്ദേഹത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ അത് ഗ്രൂപ്പില് പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാം. പിന്നെ എക്സസീവ് ഡെഫറൻസ് ടു അതോറിറ്റി ആണ്. നിങ്ങൾ ആ സ്ലൈഡ് നോക്കിട്ടോ, അതിന്റെ മുന്നുള്ള സ്ലൈഡ് നോക്കാം. എക്സസീവ് ഡെഫറൻസ് ടു അതോറിറ്റി എന്ന് പറഞ്ഞാല് അതോറിറ്റിയെ എന്ത് ചെയ്യാം, നമ്മള് അതോറിറ്റിയെ എതിർക്കുക എന്നുള്ളത്. മൂന്നാമത്തത് ബ്ലോക്കിംഗ് ആണ്. ബ്ലോക്കിംഗ് എന്ന് പറയുമ്പോൾ എന്ത് കാര്യം വന്നാലും അതിന് എതിർന്യായം പറയാം, അല്ല അതിനെ എതിർക്കുക. പിന്നെ ഗ്രൂപ്പ് തിങ്ക് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് ആലോചിച്ചുകൊണ്ട് നമ്മൾ ആ ഒപ്പീനിയനിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. ഫ്രീ റൈഡിങ് എന്ന് പറഞ്ഞത് ശരിക്കും ചില മെമ്പേഴ്സ്, ഗ്രൂപ്പ് മെമ്പേഴ്സ് ഭയങ്കര വളന്മാരെ കാരണം അവരെന്ത് ചെയ്യും, അവർ മറ്റുള്ള ആളുകളെ ഏൽപ്പിക്കും. അതായത് പാവപിടിച്ച ആളുകൾ, പാവപ്പെട്ട ആളുകൾ മീൻസ് എന്തിനും റെഡി ആയിട്ട് നിൽക്കുന്ന, എന്ത് വർക്കിലോടാണെങ്കിലും ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ആളുകൾ. അപ്പൊ അവര് എന്ത് ചെയ്യാം, ഫ്രീ റൈഡിങ് എന്നാണ് പറയുന്നത്. മറ്റൊരു ഓസി അടിച്ച മീൻസ് പിന്നെ ഈ വർക്കുകളൊക്കെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. പിന്നെ ഇവാലുവേഷൻ അപ്രിഹെൻഷൻ,
മറ്റുള്ള ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഫിയർ ഓഫ് ബീങ് ജഡ്ജ് പാർഷ്യലി മേക്സ് പീപ്പിൾ സ്റ്റേ ക്വയറ്റ്. അപ്പൊ ഒന്ന് ഗ്രൂപ്പ് തിങ്കും ഇവാലുവേഷൻ അപ്രിഹെൻഷനും എന്തുണ്ട്, ഡിഫറൻസ് ഉണ്ട്. ഗ്രൂപ്പ് തിങ്ക് എന്ന് പറയുമ്പോൾ മറ്റുള്ള ആളുകളെ എന്നെ ഞാൻ പറഞ്ഞ ഒപ്പീനിയൻ അത് പിന്നെ ശരി വെക്കൂല എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. അവിടെ ഒരു ഫിയർ ഇല്ല, പക്ഷെ എന്താണ് അവർക്കൊരു പിന്നെ എന്താ പറയാ ഒരു കൺഫ്യൂഷൻ. അതാണ് ഗ്രൂപ്പ് തിങ്ക്. ഇവാലുവേഷൻ അപ്രിഹെൻഷനിൽ പക്ഷെ ഫിയർ ആണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ മറ്റുള്ള ആളുകൾക്ക് റോങ് ആയിട്ട് തോന്നിയാൽ അവര് എന്നെ ശകാരിക്കുമോ എന്നുള്ള അല്ലെ കുട്ടികളെ പോലെയുള്ള ഒരു പേടി, ഇവാലുവേഷൻ അപ്രിഹെൻഷൻ. പിന്നെ ഗ്രൂപ്പ് ഡൈനാമിക്സ് ഇംപ്രൂവ് ചെയ്യാനുള്ള 6 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുന്നത്തെ സ്ലൈഡിലാണുള്ളത്. നോ യുവർ ടീം, ടാക്കിൾ പ്രോബ്ലംസ് ക്വിക്ക്ലി, ഡിഫൈൻ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാം. ബ്രേക്ക് ഡൗൺ ബാരിയേഴ്സ് അല്ലെ. ബാരിയേഴ്സ് എന്ന് ജസ്റ്റ് പറയാം. ചില ഗ്രൂപ്പുകളിലൊക്കെ ചില കമ്പനികളിലൊക്കെ ടീം ബിൽഡിംഗ് എക്സസൈസുകൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. കാരണം അതൊക്കെ ഒരു ട്രസ്റ്റ് ഉണ്ടാകും അല്ലെ. നമ്മളെപ്പോഴും ജോലി എന്ന് പറയുന്നത് പിന്നെ എന്താണ് ഗെയിമുകളൊക്കെ കളിക്കുമ്പോൾ അതുപോലെ ഇങ്ങനെ ഇപ്പോൾ ക്ലാപ്പ് ഗെയിം അങ്ങനത്തൊക്കെ. ഫോക്കസ് ഓൺ കമ്മ്യൂണിക്കേഷൻ 5-മത്തത്. അതുപോലെ പേ അറ്റൻഷൻ 6-മത്തെ 6 സ്ട്രാറ്റജീസ് ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പോസിറ്റീവ് ഗ്രൂപ്പ് ഡൈനാമിക്സിന്റെ കോമൺ ഫീച്ചർ എന്താണ്? അതിന്റെ കോമൺ ഫീച്ചർ എന്ന് പറഞ്ഞാൽ അതിലുള്ള മെമ്പേഴ്സ് പരസ്പരം ട്രസ്റ്റ് ചെയ്യും. ഒരു കളക്റ്റീവ് ഡിസിഷൻ അവർക്കുണ്ടാവും. പരസ്പരം അക്കൗണ്ടബിൾ ആയിക്കാനും പരസ്പരം എന്തായിരിക്കും ഭയങ്കര ട്രസ്റ്റ് ഉണ്ടാവും. 2-മത്തെ ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ടീം ഫിനോമിനൻ occurs when the desire for conformity overrides critical evaluation of alternatives. അതാണ് ഗ്രൂപ്പ് തിങ്ക് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് തിങ്ക് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകളെ എന്ത് വിചാരിക്കും എന്നുള്ള ഒരു കൺഫ്യൂഷൻ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ബെസ്റ്റ് സൊല്യൂഷൻ ആവും മൈൻഡിൽ വന്നിരിക്കുക, പക്ഷെ അത് പുറം ചാടാത്തതിന്റെ കാരണം മറ്റുള്ളവരെന്ത് വിചാരിക്കും, ഗ്രൂപ്പ് കൺസെൻസസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസിഷൻ, പിന്നെ അതിലുള്ളൊരു കൺഫ്യൂഷൻ, അവരത് സ്വീകരിക്കോ ഇല്ലയോ അല്ലെ, വെദർ ദേ അക്സെപ്റ്റ് ഓർ നോട്ട് എന്നുള്ളൊരു കൺഫ്യൂഷൻ. 3-മത്തത്, ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ വാട്ട് ഈസ് വൺ റെക്കമെൻഡേഷൻ regarding the balance of positive and negative roles. Feedback, when providing constructive feedback, what is one recommendation regarding balance of positive and negative points? അപ്പോൾ നമ്മൾ കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഒന്ന് ആക്ടിങ് ക്വിക്ക്ലി, ഷോയിങ് ദ ടീം മെമ്പർ ടു ഇമ്പാക്ട് ഓഫ് ദെയർ, അവരോട് നല്ല രീതിയിൽ കാര്യങ്ങൾ ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ ഹാർഷായിട്ട് പെരുമാറാതിരിക്കുക. അങ്ങനെ മൈൽഡായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചാൽ ഇൻസൾട്ട് ചെയ്താൽ അവർക്ക് നമ്മുടെ ദേഷ്യം തോന്നും. അപ്പോൾ അവരെന്ത് ചെയ്യാം, വളരെ സീക്രട്ട് ആയിട്ട് അവരോട് എൻകറേജ് ചെയ്യുന്ന രീതിയിൽ റിഫ്ലക്ട് ചെയ്യിപ്പിക്കുക അവരുടെ ബിഹേവിയറിലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ പേഴ്സണൽ അറ്റാക്കുകൾ നടത്താതിരിക്കുക എന്നുള്ളതാണ് കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഡിസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ അത് നമ്മളെ നശിപ്പിക്കും, അവരെ നശിപ്പിക്കും. കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് എന്നാൽ പിന്നെ എതിർകക്ഷിക്ക് അല്ലെങ്കിൽ മറ്റുള്ള ആളിന് നമ്മളോട് റെസ്പെക്റ്റ് ഉണ്ടാവുന്ന ഒരു ബിഹേവിയറാണ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ പബ്ലിക്കിൽ വെച്ച് ചെയ്യാതിരിക്കുക. ഓക്കെ, ക്ലാസ് റൂമിൽ ആണെങ്കിൽ പുറത്തേക്ക് വിളിച്ചിട്ട് അങ്ങനത്തെ പുറത്തേക്ക് വിളിച്ചിട്ട് അവരുടെ ഇൻഡിസിപ്ലിൻ ഒക്കെ ചൂണ്ടിക്കാട്ടും. 4-മത്, വാട്ട് ക്രിട്ടിക്കൽ സ്റ്റെപ്പ് മസ്റ്റ് ലീഡേഴ്സ് ടേക്ക് അറ്റ് ദ ബിഗിനിങ് ഓഫ് പ്രോജക്ട് ടു എൻഷുർ ടീം മെമ്പേഴ്സ് നോ വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് ഓഫ് ദം. ഒരു പ്രൊജക്റ്റിന്റെ ആദ്യത്തിൽ ലീഡർ ചെയ്യേണ്ട കാര്യം എന്താണ്? ഓക്കെ, ലീഡർ ചെയ്യേണ്ട കാര്യം മറ്റുള്ളവർ പ്രതീക്ഷക്ക് ഉയരാൻ വേണ്ടി ലീഡർ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞത് ഒരു ടീം ചാർട്ടർ തയ്യാറാക്കുക. ഒരു ചാർട്ട് തയ്യാറാക്കുക, ഗ്രൂപ്പിന്റെ വിഷൻ, ഒബ്ജക്റ്റീവ്സ്, റെസ്പോൺസിബിലിറ്റീസ്, എന്നിട്ട് അത് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ടീം മെമ്പേഴ്സിന് റെഗുലർലി അത് എന്ത് ചെയ്യാം, ഓർമ്മിക്കും. ഇനി ടീം വർക്കിംഗ് സ്കിൽസ് ആണ്. ടീം വർക്ക് സ്കിൽസ് എന്ന് പറഞ്ഞത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കളക്റ്റീവ് ഇന്റലിജൻസ് എന്താണെന്ന് നോക്കാം. നമ്മളൊരു ടീം ഉഷാറാവണമെങ്കിൽ, വിജയിക്കണമെങ്കിൽ കളക്റ്റീവ് ഇന്റലിജൻസ്, ഐക്യം എന്ന് പറഞ്ഞാൽ
ഇന്റലിജൻസ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനെ കുറേ ആളുകളുടെ ഐക്യം ഉണ്ടാവുമ്പോൾ ടീമായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ എന്താണ് പിന്നെ അത് വിന്നാവും, ആ ഒരു ടീം എന്തെങ്കിലും വിന്നാവും. സോ അതിനുള്ള കുറച്ച് ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ലിസണിങ് വിത്ത് സ്കിൽസ് ആണ്. ലിസണിങ് വിത്ത് ഹ്യൂമിലിറ്റി. നമ്മൾ എന്ത് ചെയ്യണം? ഹ്യൂമിലിറ്റിയോട് വളരെ താഴ്മയോടുകൂടെ നമ്മൾ ലിസൺ ചെയ്യുക എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരാൾക്ക് ഒരു ബ്രെയിനിൽ 400 വേർഡ്സ് ഒരു മിനിറ്റിൽ നമുക്ക് കേൾക്കാം. പക്ഷേ ഒരു ഫാസ്റ്റ് സ്പീക്കർ ആണെങ്കിലും മാക്സിമം 125 വേർഡ്സ് പറയാം. അപ്പൊ അതിന്റെ ഇടയിലുള്ള ആ സമയത്ത് നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ ആലോചിക്കും. ഫിൽസ് ദ ഗ്യാപ്പ് വിത്ത് ഡിസ്ട്രാക്ഷൻസ്. അപ്പൊ അങ്ങനെ നമ്മൾ അതർ പേഴ്സൺ പറയുന്ന കാര്യങ്ങൾ പിന്നെ കേൾക്കാതെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ഊന്നി കൊടുത്താൽ അത് നമുക്ക് ഒരുപാട് പിന്നെ മീൻസ് അതായത് നമുക്ക് ആ രണ്ട് കാര്യങ്ങളും ശ്രദ്ധ പുലർത്താൻ കഴിയില്ല, ഫോക്കസ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ലിസണിങ് കൊണ്ട് നമുക്ക് മെച്ചമുണ്ടെന്ന് പറഞ്ഞു അല്ലെ, നമുക്ക് ബെറ്റർ പേഴ്സണാലിറ്റി അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലേൺ ചെയ്യാൻ കഴിയുന്നതാണ്. ഫോക്കസ്, കോൺസെൻട്രേഷൻ ഒക്കെ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പരമാവധി അതർ പേഴ്സൺ പറയുന്ന ആ ഒരു കാര്യം കേൾക്കണം. രണ്ടാമത് ആസ്കിങ് ഗുഡ് ആൻഡ് ക്യൂരിയസ് ക്വസ്റ്റ്യൻസ്, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പിന്നെ കൽപ്പിക്കുന്നതിന് പകരം അങ്ങനെ ചെയ്താലോ, വാട്ട് ഇഫ്, വാട്ട് കുഡ് ബി, അങ്ങനെയൊക്കെ പറയാം. ഓക്കെ, നമുക്ക് പോയാലോ, അമ്മ ലെറ്റ്സ് ഗോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, മറ്റുള്ള ആളിന്റെ ഒപ്പീനിയൻ കൂടി മാനിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കും. മൂന്നാമത്തത് ചലഞ്ചിങ് സ്ട്രോങ്ലി ഹെൽഡ് അസംഷൻസ്. ഇപ്പോ നല്ല കഴിവുള്ള ആളുകള് മീൻസ് നല്ല കഴിവുള്ള ആളുകൾ ചിലപ്പോൾ ഇപ്പോ ലേണിംഗ് എവറിഥിങ് ഇസ് ഡേഞ്ചറസ് ടു എന്നുള്ള ഒരു ഡണ്ണിങ് ക്രൂഗർ എന്ന് പറയുന്ന ഒരു ഹൈപ്പോത്തിസിസ് ആണ്. എന്ന് പറഞ്ഞാല് ചിലപ്പോൾ ചില ആളുകൾക്ക് എല്ലാ അറിവുകളും ഉണ്ടാവും, പക്ഷെ ആ ഒരു ഈഗോ വെച്ചിട്ട് മറ്റുള്ള ആളുകളോട് കോപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത കുറയും. ഓക്കെ, ഈഗോ കൂടുന്നതിനനുസരിച്ച് ചിലപ്പോൾ പഴയ പിന്നെ ക്ലാസ്മേറ്റ്സിനെ കാണുമ്പോഴോ അല്ലെങ്കിൽ പഴയ സൗഹൃദമോ ഒന്നും പുതുക്കണമെന്നില്ല. അവരെന്താണ്, അത് ഈഗോ വെച്ചിട്ട് അല്ലെങ്കിൽ പുതിയ പുതിയ ഒപ്പീനിയൻസ് സീക്ക് ചെയ്യണമെന്നില്ല. ഓക്കെ, താൻ അറിയാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ അത് ചോദിക്കാനുള്ള ഒരു വൈമനസ്യം. ഓക്കെ, അപ്പൊ അതിനൊക്കെ നമ്മൾ ഓവർകം ചെയ്യേണ്ടതാണ്. നാലാമത് ഡിസഗ്രി വിത്ത് റെസ്പെക്ട് ആൻഡ് വിത്തൗട്ട് റെട്രിബ്യൂഷൻ. നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഡോക്ടറെ നേഴ്സ് മിസ്റ്റേക്ക് കാണാണ് ഓപ്പറേഷനിലോ സർജറിയിലോ. അപ്പൊ അവര് ചിലപ്പോൾ ഡോക്ടർ വലിയ പൊസിഷനിലല്ലേ, അതുകൊണ്ട് പിന്നെ പറയണ്ട എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വിചാരിക്കും. അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഡിസഗ്രി ചെയ്യേണ്ടോട് നമ്മൾ ഡിസഗ്രി ചെയ്യാം. അത് പക്ഷെ ഹ്യൂമിലിറ്റിയോട് കൂടെ ആയിരിക്കണം എന്നുള്ളൂ. ഒരു പിന്നെ താഴ്മയോട് കൂടെ ഹ്യൂമിലിറ്റിയോട് കൂടെ നമ്മൾ എന്ത് ചെയ്യണം? അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു കമ്പനിയുടെ എന്ത് ഡ്രോബാക്സ് ആ ഒരു മാനേജറോടോ അല്ലെങ്കിൽ സ്ഥാപന മേധാവിയോടോ നമുക്ക് എന്ത് ചെയ്യാം? വളരെ ഹ്യൂമിലിറ്റിയോട് കൂടെ നമുക്ക് എന്ത് ചെയ്യാം? അവരെ അപ്രോച്ച് ചെയ്യാം. അഞ്ചാമത് വൈഡൻ ദ സർക്കിൾ ഓഫ് എംപതി. ഓക്കെ, നമ്മൾ മറ്റുള്ളവരുടെ ഫീലിങ്സ് കൂടുതൽ മനസ്സിലാക്കുക എന്നുള്ളത്. ഓക്കെ, അതുപോലെ ഫീലിങ്സ് മനസ്സിലാക്കുക, അവരോടൊപ്പം നിൽക്കുക എന്നുള്ളത്. മനസ്സിലാക്കുക മാത്രമല്ല സ്റ്റാൻഡ് വിത്ത് ദം, അല്ലെ അവർക്ക് വേണ്ട ഹെൽപ്പുകൾ ചെയ്യാം. അപ്പൊ നമുക്ക് ഉണ്ടാവുന്ന അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു മിസറിയിലും അവര് പങ്കാളികളാവും. അത് ഇപ്പോ കമ്പനിയിലെ എന്തെങ്കിലും സൊല്യൂഷൻസ് കണ്ടെത്താനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് സ്ലൈഡ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇതിലൊരു സ്റ്റോറി വരുന്നുണ്ട്. ബീട്രിസ് ഫ്ലെമിനി എന്ന് പറയുന്ന ആൾ, അതായത് ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുന്ന ടീം വർക്കും വ്യത്യാസമുണ്ട് നമ്മൾ കണ്ടു. ബീട്രിസ് ഫ്ലെമിനി എന്ന് പറയുന്ന ആള് ഓക്കെ, അദ്ദേഹം ഒരു അത്ലീറ്റ് ആയിരുന്നു. ഒരു ബുക്ക് എഴുതാൻ വേണ്ടി ഒറ്റക്കാവുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളൊരു ബുക്ക് എഴുതാൻ വേണ്ടി 500 ദിവസങ്ങൾ ഒരു കേവില് ഒറ്റക്ക് അവർ താമസിച്ചു. ആ ഒരു സമയത്ത് പിന്നെ അബൌട്ട് മൈൻഡ് ആൻഡ് ബോഡീസ് എബിലിറ്റി ടു വിസ്റ്റൻഡ് സോളിറ്റ്യൂഡ് ആൻഡ് ഡിപ്രിവേഷൻ, അതായത് ഒറ്റപ്പെടൽ ഇങ്ങനെ ആയിരിക്കും എന്ന് മനസ്സിലാക്കാനാണ്. പക്ഷെ അത് സക്സസ് ആയില്ല. മീൻസ് 500 ഡേയ്സ് അവിടെ നിന്നു, പക്ഷെ എന്താണ് പിന്നെ അത് ഭയങ്കര ഹൊറിഫിക് ആണ്. മീൻസ് ഒറ്റയ്ക്ക് ജീവിക്കുക എന്നുള്ളത് എന്താണ്, അത് ബോർഡം സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണെന്നാണ് പറഞ്ഞത്. ഓക്കെ,
ഒറ്റയ്ക്ക് ഒരിക്കലും ഒരാൾക്ക് ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുക എന്നുള്ളത് സാധ്യമാണ്. മീൻസ് അതൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. ടീം വർക്കായിട്ട് ചെയ്യുമ്പോൾ എല്ലാവരുടെ ഹാപ്പിനെസ് ഉണ്ടാവും, നമുക്കും ഹാപ്പിനെസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു പാസേജ് വാട്ട് ഈസ് ദ ഫണ്ടമെന്റൽ ബയോളജിക്കൽ നീഡ് ദാറ്റ് മേക്സ് ഹ്യൂമൻ സോഷ്യൽ ക്രീച്ചേഴ്സ്? ഓക്കെ, എന്താണ് മനുഷ്യന്റെ വാട്ട് ഈസ് ദ ഫണ്ടമെന്റൽ ബയോളജിക്കൽ നീഡ് ദാറ്റ് മേക്സ് ഹ്യൂമൻ സോഷ്യൽ ക്രീച്ചേഴ്സ്? മനുഷ്യനെ സോഷ്യൽ ക്രീച്ചേഴ്സ് ആയിട്ട് മാറ്റുന്നത്, സാമൂഹിക ജീവികളായിട്ട് മാറ്റുന്നത് എന്ത് ബയോളജിക്കൽ ഫീച്ചറാണ്? അത് ഇന്റർ പേഴ്സണൽ ബോൺസ് ആണ്. വ്യക്തികൾ തമ്മിലുള്ള പരസ്പര ബന്ധം, സൊസൈറ്റിയിൽ ഇടപെടുക, മറ്റുള്ളവരോടുള്ള ചങ്ങാത്തം. തേർഡ് ക്വസ്റ്റ്യൻ, by what approximate percentage has collaborative work increased in the last 2 decades? 50%, more than 50% ടീം വർക്ക് കൊണ്ട് ലോകത്തെ മാറ്റിമറിക്കുക. അത് 50% ഉയർന്നുള്ളതാണ്, മോർ ദാൻ 50%. ഈ ലോക്ക്ഡൌണിന്റെ കാര്യം ആ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ബൈ വാട്ട് ഫാക്ടർ ഡിഡ് റിസർച്ചേഴ്സ് ഐഡന്റിഫൈ ആസ് ദ സീക്രട്ട് ബിഹൈൻഡ് ഹൈ പെർഫോമിംഗ് ടീംസ്? എന്താണ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ടീമിന്റെ രഹസ്യം? അത് കളക്റ്റീവ് ഇന്റലിജൻസ് ആണ്, കൂട്ടായിട്ടുള്ള പരിശ്രമം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഐ ക്യു ലൈക്ക് ഫാക്ടർ ദാറ്റ് പ്രഡിക്ട്സ് ഹൗ വെൽ എ ലേൺസ് ഹൗ വെൽ എ ടീം സോൾവ്സ് challenges together? എന്താ IQ ഫാക്ടർ ആണ്? അതും കളക്റ്റീവ് ഇന്റലിജൻസ് തന്നെയാണ്. രണ്ടും സെയിം ആൻസർ. സിക്സ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ പാസേജ് സജസ്റ്റ് ഈസ് ദ പ്രൈമറി തിങ് ദ ബ്രെയിൻ ഹാസ് ടു ഓക്കുപൈ സൈസബിൾ ഗ്യാപ്പ് വെൻ ലിസണിങ്? സൈസബിൾ ഗ്യാപ്പ് എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഒരു വ്യക്തിക്ക് എത്ര വേർഡ്സ്? 400 വേർഡ്സ് പെർ മിനിറ്റ് കേൾക്കാനുള്ള കപ്പാസിറ്റി. ഓക്കെ, 400 വേർഡ്സ് പെർ മിനിറ്റ്, 400 വേർഡ്സ് പെർ മിനിറ്റ്. പക്ഷെ 125 വേർഡ്സേ ഒരു ഫാസ്റ്റ് സ്പീക്കർ പറയുള്ളൂ. ഓക്കെ, മാക്സിമം പോയാൽ. അപ്പൊ ആ ഒരു സൈസബിൾ ഗ്യാപ്പ് അവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ പല ഡിസ്ട്രാക്ഷൻസിലേക്കും മറ്റുള്ള വ്യക്തി പറയുന്നത് കേൾക്കാതെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തിക്കും നമ്മോട് ഇതായിരിക്കും, ഒരു വെറുപ്പായിരിക്കും, കണ്ടംപ്റ്റ് ആയിരിക്കും. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലല്ലോ, പക്ഷെ അത് കേട്ടാൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ആണ്. ആ ഒരു സമയത്ത് നമുക്ക് കൂടുതൽ ലേൺ ചെയ്യാൻ കഴിയും. ഓക്കെ, അവരുടെ എഫേർട്ടിനെ റെസ്പെക്ട് ചെയ്യാൻ കഴിയും. സോ ഇതൊക്കെയാണ്. ഏഴാമത്തത്, what kind of questions do leaders too often ask? They are designed to confirm what they already know. അതെന്ന് പറഞ്ഞത് ചില ലീഡേഴ്സ് മറ്റുള്ള മെമ്പേഴ്സിനെ കൊണ്ട് നമ്മള് ഈ ഒരു ഞാൻ ഫോർവേഡ് ചെയ്ത ഒരു പ്ലാൻ, അല്ലെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്ത ഒരു പ്ലാൻ അടിപൊളിയല്ലേ എന്ന് അവരെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന തരത്തിൽ ഉള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, അപ്പൊ അത് ശരിക്കും മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും പുതിയത് പഠിക്കാനോ അല്ലെങ്കിൽ പുതിയൊരു മാർഗം അവലംബിക്കാനോ ഉള്ള ക്വസ്റ്റ്യൻ ആവാം. അപ്പൊ അതാണ് ശരിക്കും അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. റൈറ്റ് എന്നുള്ളത്, അല്ലെങ്കിൽ ഈസ് മൈ സൊല്യൂഷൻ റൈറ്റ് എന്നുള്ളത്. ഓക്കെ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ, which psychological concept is required for generative disagreement to occur in the workplace? അത്യന്താപേക്ഷിതമായിട്ട് വേണ്ട, വർക്ക് പ്ലേസിൽ വേണ്ട ഒരു സൈക്കോളജിക്കൽ കോൺസെപ്റ്റ് എന്താണ്? ജനറേറ്റീവ് ഡിസഗ്രി. ചില സമയത്ത് എല്ലായ്പ്പോഴും നമ്മൾക്ക് അഗ്രി ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല. ഓക്കെ, നമ്മളെ ബാധിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ, അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾക്ക് മറ്റുള്ളവരോട് ചോദിക്കാതെ തന്നെ നമ്മുടെ കൊളീഗ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള ഒരു ഹോപ്പിന്റെ പുറത്ത്. ഓക്കെ, ആ ഒരു സ്പേസ് ആണ് സൈക്കോളജിക്കൽ സേഫ്റ്റി ഈസ് റിക്വയർഡ് ഫോർ ജനറേറ്റീവ് ഡിസഗ്രിമെന്റ്. ഇറ്റ് ഈസ് ദ ഇംപ്ലിസിറ്റ് ബിലീവ് ദാറ്റ് യു ക്യാൻ റൈസ് എ ഡിഫിക്കൽട്ട് ഇഷ്യൂ. അതാണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഡിഫിക്കൽട്ട് ഇഷ്യൂ, എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലോ അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ നമ്മൾ പ്രപ്പോസ് ചെയ്താലോ, ആൻഡ് യുവർ കൊളീഗ്സ് വിൽ സപ്പോർട്ട് ചെയ്യും. ആ ഒരു ബിലീവാണ് ശരിക്കും സൈക്കോളജിക്കൽ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. ജനറേറ്റീവ് ഡിസഗ്രിമെന്റ് ഉള്ള ഒരു സ്പേസ്, മറ്റുള്ളവരെ നമ്മളെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു ബിലീവ്.
Ninth question. What did the frightening study reveal about percentage of nurses who wouldn't contradict a doctor even if the patient's life was at risk? Okay. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇനി ആവർത്തിക്കുന്നില്ല. 10th question. What does standard neuroscientist Robert Sapolsky explain that people scrutinize when someone in their group does something wrong? ഇപ്പൊ ആരെങ്കിലും ഇപ്പൊ കമ്പനിയിൽ എപ്പോഴും എന്താണെന്നില്ല, എല്ലായ്പ്പോഴും നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ്, നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന ഫയലുകൾ റെഡി ആയിക്കോണമെന്നില്ല, അല്ലെ? പെർഫെക്ഷൻ അറ്റൈൻ ചെയ്യണമെന്നില്ല. അപ്പൊ ആ ഒരു സമയത്ത് നമ്മള് ചില ആളുകൾ എന്ത് ചെയ്യും, എന്ന് പറഞ്ഞാൽ അവര് ചെയ്തത്, അല്ലെ, അവര് എന്ന് പറയുന്നത് നമ്മൾ എന്നുള്ള ആ ഒരു നമുക്കിത് തിരുത്താം, അല്ലെ, നിങ്ങൾക്കിത് തിരുത്തിക്കൂടെ എന്നല്ല, പിന്നെ നമുക്കിത് തിരുത്താം എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടിയിരുത്തിയാല് എന്താണ്, പിന്നെ അവരെ കൂട്ടുപിടിച്ചാല് നമുക്ക് പിന്നെ ഒരു വർക്ക് ഫ്ലോ സ്മൂത്ത് ആയിട്ട് പോകും. ബുദ്ധം എന്തുകൊണ്ട് ഉദ്ദേശിച്ചത് അവരെ നമ്മളെ സ്ട്രേഞ്ച് ആയിട്ട് കാണുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ബുദ്ധം എന്നുള്ള ഗ്രൂപ്പിൽ അവര് എന്ത് ചെയ്യും, അവരുടെ ക്യാരക്ടറിനെയാണ് എന്ത് ചെയ്യാം, സ്ക്രൂട്ടിനൈസ് ചെയ്യാം. ഓക്കെ. പക്ഷെ അസ് എന്നുള്ള ഗ്രൂപ്പിൽ സ്ക്രൂട്ടിനൈസ് ചെയ്യാം ആക്ഷനെയാണ്. ഓക്കെ. ഒരു ക്യാരക്ടറിനെ തേജോവധം ചെയ്യാന്ന് പറയും. ഓക്കെ. അവരെ എല്ലാ രീതിയിലും അവരെ കുറ്റപ്പെടുത്തുക, ബ്ലെയിം ചെയ്യാന്ന്, അതുണ്ടാവരുത്. അസ് എന്ന് പറഞ്ഞാൽ നമ്മള്, അല്ലെ, നമ്മൾ എന്ത് ചെയ്യാം, പിന്നെ കൊളാബറേറ്റ് ചെയ്യാണ്. ബെസ്റ്റ് വിഷസ്.